Good evening, everyone. Today we are here for the 100th event of IEEE SPT CVH, the journey that started back in January 2020. December ആവുമ്പോഴത്തേക്കും നമുക്കൊരു 100th event വരികയെന്ന് പറയുമ്പോഴത്തേക്കും first of all, I would like to thank all the executive committee members of GCVH. അവരെല്ലാരും കൂടെ ചേർന്ന് പ്രയത്നിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു പാൻഡമിക് സമയത്തും ഒരു 100 events നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത്. And also I would like to thank our seniors for guiding us and motivating us to do more and more productive events. ഈ ഒരു ഇത്രയും കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം അവരെ കണ്ടാണ് പഠിച്ചിട്ടുള്ളത്. സോ ഈ ഒരു സമയത്ത് അവരെയും താങ്ക് ചെയ്യുന്നു. ഈ ഇവിടെ ഇപ്പം എത്തിയിട്ടുണ്ട് നന്ദൻ സർ. നന്ദൻ സർ ഇസ് പാർട്ട് ഓഫ് ദി IEEE കേരള സെക്ഷൻ ടീം ആൻഡ് ഇസ് ഓൾസോ ഹെഡ് ഓഫ് ദി ലിങ്ക്. സോ അവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വർഷവും ഉണ്ട്, പക്ഷേ ഈ വർഷം നമുക്ക് ഒരുപാട് സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഇവന്റ്സും ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റി. അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് തന്നെ വി വിൽ ബി സ്റ്റാർട്ടിംഗ് ദിസ് സെഷൻ. So, Dr. Salwa IEEE, say hi to IEEE. This is just an informal session. അപ്പോൾ അന്ന് നമ്മുടെ ഓറിയന്റേഷന്റെ സമയത്ത് കണ്ടിട്ടുള്ളത് പോലെ തന്നെ IEEE is a vast platform. അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞ് വേണം ഇതിലേക്ക് കയറാനായിട്ട്. ജസ്റ്റ് ടേക്കിംഗ് എ മെമ്പർഷിപ്പ് won't get you anything. സോ അതിന് ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് നമ്മൾ ആക്ച്വലി ഇപ്പം 100th ഇവന്റിനേക്ക് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഈ ഇപ്പം IEEE SBക്ക് 100 ഇവന്റ് നടത്താൻ പറ്റിയ വൺ ഓഫ് ദി മേജർ റീസൺസും നന്ദൻ സാർ ആണ്. ബിക്കോസ് പേഴ്സണലി ഹീസ് മൈ ഫ്രണ്ട് and a guide and a motivator, and also നമ്മുടെ SPയുടെ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SP means student branch. SBയുടെ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും he is one of our great patrons. ഒരുപാട് രീതിക്ക് നമുക്ക് ഒരുപാട് രീതിയിലുള്ള ലിങ്കിൽ നിന്നുള്ള സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. And introducing him formally, he is the chair of the student activities committee of IEEE കേരള സെക്ഷൻ. IEEE കേരള സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാം സ്റ്റുഡന്റ് ബ്രാഞ്ചസ് ആണ്. ഇങ്ങനെ എല്ലാ സ്റ്റുഡന്റ് ബ്രാഞ്ചസിനെയും കേരളക്കകത്ത് ഗവൺ ചെയ്യുന്ന ഒരു ബോഡിയാണ് IEEE കേരള സെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ കേരള സെക്ഷൻ തന്നെ വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് IEEE ലിങ്ക് എന്ന് പറയും. ലോക്കൽ ഇന്റഗ്രേറ്റഡ് നെറ്റ്വർക്ക് ഓഫ് കേരള IEEE സ്റ്റുഡൻസ്. അത് നമ്മൾ ഗ്ലോബലി തന്നെ IEEE റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് IEEE ലിങ്ക് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആ IEEE ലിങ്കിന്റെ ഹെഡും കൂടിയാണ് നന്ദൻ സർ. അപ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ള നോളജും എങ്ങനെ നമുക്കിതിനെ യൂസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു തരാനും ഒരു പറ്റിയൊരു ആളെയാണ് ആക്ച്വലി നമുക്ക് കിട്ടിയേക്കുന്നത്. വി ആർ ആക്ച്വലി ബ്ലെസ്ഡ് ടു ഹാവ് ഹിം ഹിയർ. സോ അധികം സമയം കളയുന്നില്ല. വി നീഡ് ടു മേക്ക് ദിസ് സെഷൻ സോ പ്രൊഡക്റ്റീവ്. സോ ഞാൻ അധികം പറയുന്നില്ല. ഓവർ ടു യു നന്ദൻ സർ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക ഈ സമയത്തിനിടയിൽ. വി നോട്ട് നീഡ് ടു ഇന്ററപ്റ്റ് ഹിം. നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്തായാലും Q&A സെഷൻസ് ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും സർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ ജോയിനിങ്. ഓവർ ടു യു നന്ദൻ സർ. Okay, thank you so much, Aditya. Hope I'm audible perfectly. Yes, sir. Please excuse in case of any background noise, because it's raining here. And first of all, sorry for being the reason for postponing this event, right? ഇന്നലെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തത്. It's so happy that student branch is conducting its 100th event, and for me also it is very proud that being part of this 100th event. If we take this number of activities in other student branches and all, അത് വെച്ച് നോക്കുമ്പോൾ IEEE student branch Barton Hill is one of the I should say one of the best, one of the outstanding and എന്താ പറയുക ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ബ്രാഞ്ച് ആണ്, വിത്ത് ലോട്ട് ഓഫ് technical activities conducting within the student branch. So in that sense, we as part of IEEE Kerala section, we are so happy that we have so vibrant student branches like this. Especially I understand that 2017 IEEE Kerala section the ഏറ്റവും vibrant the best student branch award കിട്ടിയതാണ് Barton Hill, and still it continues, still that the same vibrancy continues every year, and it is increasing, I should say, increasing every year. Okay, so again, thank you so much initially for giving me an opportunity to be part of this 100th event. So today I am here to share with you, I understand most of you people are first years, so I am also a faculty member at one of your neighboring colleges. I am from LBS, Institute of Technology for Women, Pujapura, Trivandrum, and I am in the electronics department, and I also take care of the placements, career guidance and all.
So I believe that to some extent I may be able to help you or clear your doubts in how to utilize your IEEE membership or IEEE activities or technical activities for a wonderful future. Basically, at the end of 4th year, we want some industry-ready people, or we want some smart engineers to come out of our engineering colleges. So we, as part of IEEE, we are trying, our level best at, basically to help our students to become industry-ready, or I should say, എന്താ പറയുന്നത്, അവർക്ക് എങ്ങനെയാണ് ഈ IEEE membership utilize ചെയ്ത് use ചെയ്ത് how efficiently they can use or they can explore അതിനകത്തുള്ള possibilities. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ I hope I can share here. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask towards the end or in between ആയാലും I am okay with that. I don't have any problem. You can unmute and ask. Anything is okay with me. I don't have such kind of constraints or conditions. Okay. So once again, തുടങ്ങുന്നതിന് മുന്നേ I hope the background noise, everything is okay, right? Okay, sir. Okay. So let me share my screen 1 second. Is it visible now? Yes, sir. Yes. Okay. Okay. So 1 second. All right. So just to say a hi to IEEE, or just to introduce what IEEE is or how you can utilize this IEEE membership as a student member. Okay. I believe most of you people are first years, or there are some senior batches students ഒക്കെ ഉണ്ടാവും. All right. Anyway, എന്നിരുന്നാലും my point is like, you are part of a professional organization, right? Or right now you have joined or you are studying a professional course. Or 4 years of professional course ആണ് നമ്മൾ പഠിക്കാനായിട്ട് join ചെയ്തത്. Okay, so what നമ്മൾ ഉദ്ദേശിക്കുന്നത് when we join a professional course, after completing our professional course, there should be some professionalism in each and every behavior that we നമ്മുടെ communication-ലായാലും the way we communicate to other people, or the way we respond to situations in നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നാൽ തന്നെയും the approach that we have, the approach that a professional has is something different. അതാണ് എപ്പോഴും ഒരു പ്രൊഫഷണൽ കോഴ്സിനെ ഡിഫറെന്റ് ആക്കുന്നത്. I should say from the start, കുക്കിംഗ് ആണെങ്കിൽ കൂടിയും right from നമ്മൾ ഡെയിലി ചെയ്യുന്ന എന്ത് കാര്യത്തിലായാലും there will be some kind of professionalism, or there should be some kind of professionalism bringing into all these things. Okay. അപ്പം ശരിക്കും ഒരു നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് at the end of 4th year നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ the way you think, the way you respond, the way you communicate, right, the way you behave to others, everywhere നിങ്ങളോട് റിലേറ്റ് ചെയ്ത നിങ്ങളുടെ ക്യാരക്ടർ, your behavior, your thinking ability, every throughout ഇതിലെല്ലാം there should be some professionalism. Okay. അപ്പൊ അങ്ങനെ and how we will bring professionalism to all these things, എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്, right? Why? Because we are part of ഒരു professional course. പക്ഷേ 4 years of so-called professional course will never make you a professional. Believe me, that will never make a professional. You can call you a professional, എഴുതി വെക്കാം, അല്ലെങ്കിൽ you can show the certificate that I have completed 4 years of professional course, but you may not be an actual professional. Appo how you will become a good or a wonderful or an outstanding professional? എങ്ങനെയാവും? Through kind of professional activities that we are involved in. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം what you will learn from 4 years of KTU curriculum.
4 വർഷത്തെ KTU കരിക്കുലത്തിൽ ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കും, എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. I also know very well as a faculty member. Right? All of us know very well. That will never make one person industry ready. That will never make one person employable. Believe me, you can ask anyone from industry. You can ask any person from industry. Any person who is working. Right? There is a gap between academia and industry. 4 വർഷത്തെ engineering BTech curriculum, KTU curriculum will never make you industry ready or will never make you employable. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? We have to do something extra. We have to do something outside your classroom. Inside your classroom, you will learn your subjects. But outside your classroom, what you have to do to become employable or to become industry ready. അപ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കും, oh, I am going for higher studies. Why should I take care of all these things? Even though you are going for higher studies, probably after 4 വർഷം എന്നുള്ളത് 2 വർഷം കൂടെ കൂടും. After 2 years again, probably I should say from here, after 6 years, you have to join some organization. Right? ഇത് പഠിച്ച് വെറുതെ ഇരിക്കാനല്ല. We have to join some organization. We have to be part of some professional organization. Right? So we are so-called engineers there. Right? So the question is whether you are fit for that organization. 4 years of BTech curriculum will never make you fit to that organization, to any organization. Never. You have to do something extra. You have to build your critical skills outside your classroom. You have to build your critical skills outside your classroom. അങ്ങനെ ക്ലാസ് റൂമിന്റെ പുറത്ത് ക്രിട്ടിക്കൽ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഇന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജസിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം, അതാണ് ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കോൾഡ് IEEE. ആദിത്യ പറഞ്ഞ് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും വാട്ട് ഇസ് IEEE, കുറെ ബെനിഫിറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആർ ദെയർ. IEEE ബെനിഫിറ്റ്സ് പറയാനാണെങ്കിൽ മേ ബി 1 hour സെഷനോ 1 day സെഷനോ മേ നോട്ട് ബി ഇനഫ് ഫോർ മീ. Right? It's so, I should say, n number of opportunities. Right? എല്ലാം ഒന്നും പറയാനല്ല ഉദ്ദേശം. I can tell you some of those and I can little bit വേറെ ആംഗിളിൽ പറഞ്ഞാൽ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് probably some aspects I can give. ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. Right? That's always, initiative should come from inside. Okay? So, just ഒരു ആദിത്യ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണെങ്കിലും ഒന്നുകൂടെ ഒരു 5 minutes of time let me take to introduce what IEEE is. അത് പറഞ്ഞിട്ട് ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ പറയാം. ഇത് ഓൾറെഡി ഒക്കെ നിങ്ങൾ കേട്ട് തഴമ്പിച്ചതായിരിക്കും. എന്നിരുന്നാലും IEEE എന്നാൽ is the world's largest technical professional organization. World's largest. Right? നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ you cannot find any other student bodies. You will see NSS, you will see IUDC, you will see lot of students, or maybe robotics club or some other clubs. A lot of clubs will be there. Right? But you cannot find an international organization. It's very difficult to find an international organization that provides vast opportunities. 3 opportunities in the world organization you cannot find. We all are part of, നമ്മളെല്ലാ എഞ്ചിനീയേഴ്സ് ആണ്, we are working somewhere. പക്ഷെ എന്നിരുന്നാലും we all are part of this organization because we are benefited. We are getting some benefits. Right? That's the reason students, faculty members, എന്താ പറയുന്ന professionals, എല്ലാ wide range of professionals are part of this organization. ഇതൊരു non-profitable organization ആണ്. This is a non-profitable organization. We cannot make any profit. This is a non-profitable international organization which is made for technical activities. If you are good at singing, go somewhere. If you are good at some maybe public speaking, you go somewhere. This is a technical organization. This is a professional organization. ഇതിന്റെ agenda is something different, right? So get involved in technical activities. എങ്ങനെ ഒരാളെ നല്ല പ്രൊഫഷണൽ ആക്കാം, അതിന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. And we are not focused on multiple things. All right? ഇതിനൊരു മോട്ടോ ഉണ്ട്.
റൈറ്റ്. ഒരു എയിം ഉണ്ട്, അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി. IEEE ലോഗോ, മെയിൻ ലോഗോ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഒരു ടാഗ് ലൈൻ ഉണ്ട്, അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി. ആ കഥയും ഒരു കഥയുണ്ട് അതിനകത്ത് പിന്നിൽ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ്. അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി. നിങ്ങൾ എന്ത് ടെക്നോളജി പഠിച്ചോളൂ, ദാറ്റ് ഈസ് ഗുഡ് ഫോർ യു. അറ്റ് ദ സെയിം ടൈം യൂസ് ദാറ്റ് ടെക്നോളജി ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് സൊസൈറ്റി. യൂസ് ദാറ്റ് ടെക്നോളജി. ഒരു ചെറിയ പ്രോജക്റ്റ് അതിനുള്ളതേ നിങ്ങൾ പഠിച്ചോളൂ, മതി. ഒരു LED കത്തിക്കാനേ അറിയുള്ളൂ, മതി. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ബട്ട് സംഹൗ somewhere use that knowledge for the benefit of humanity, for the benefit of society. ആൾക്കാർക്ക് ഉപയോഗത്തിന് രീതിക്ക് കൂടെ കൊണ്ടെത്തിക്കണം. സ്വന്തമായിട്ട് നന്നായാൽ മാത്രം പോരാ, യു ഷുഡ് ഗീവ് ബാക്ക് ടു ദി സൊസൈറ്റി. ദിസ് ഈസ് വാട്ട് IEEE സേസ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ടാഗ്ലൈൻ എപ്പോഴും പറയും, നിങ്ങൾ അഡ്വാൻസ് ചെയ്തോളൂ, നിങ്ങൾ പഠിച്ചോളൂ, എന്തുവേണോ ചെയ്തോളൂ. യൂസ് ദാറ്റ് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് സൊസൈറ്റി ആസ് വെൽ. Right? Up in that, a lot of engineers are there, lot of scientists are there, lot of professionals from various organizations, government organization, private organization, public sector organization. We have people in this IEEE. പല കാറ്റഗറീസ് ആണ്. നിങ്ങളെ നമ്മൾ സ്റ്റുഡന്റ് മെമ്പേഴ്സ് എന്ന് വിളിക്കും, ഞങ്ങളെ വിളിക്കും സ്റ്റുഡന്റ് എഞ്ചിനീയേഴ്സ്. സ്റ്റുഡന്റ് മെമ്പേഴ്സ് എന്ന് മാത്രമല്ല, സ്റ്റുഡന്റ് എഞ്ചിനീയേഴ്സ്. വൈ? ബിക്കോസ് നിങ്ങളൊരു ഹാഫ് ബേക്ക്ഡ് എഞ്ചിനീയേഴ്സ് ആണ്. ഒരു വർഷം കഴിയുമ്പോൾ തന്നെ യു ആർ ഹാഫ് ബേക്ക്ഡ് എഞ്ചിനീയേഴ്സ്. സോ വി കോൾ യു പീപ്പിൾ ആസ് സ്റ്റുഡന്റ് എഞ്ചിനീയേഴ്സ്. IEEE സ്റ്റുഡന്റ് മെമ്പേഴ്സ്, പിന്നെ മെമ്പേഴ്സ്, സീനിയർ മെമ്പേഴ്സ്, ലൈഫ് സീനിയർ മെമ്പേഴ്സ്, ഇങ്ങനെ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. റൈറ്റ്? സോ ദിസ് ഈസ് ഓൾ ടുഗദർ എന്താ പറയുക, അബ്സ്ട്രാക്ട്, ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പം ഈ ഓർഗനൈസേഷന് ഓരോ എഞ്ചിനീയറിംഗ് കോളേജിലും ഒരു സോ കോൾഡ് യൂണിറ്റ് അല്ലെങ്കിൽ സെൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഒരു പേരിൽ നമ്മൾ അതിനെ സ്റ്റുഡന്റ് ബ്രാഞ്ച്, അതാണ് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സെൽ, അതാണ് സ്റ്റുഡന്റ് ബ്രാഞ്ച്. NSS യൂണിറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ IEEE ഒരു യൂണിറ്റ് ആണ് IEEE സ്റ്റുഡന്റ് ബ്രാഞ്ച്. ഓക്കെ, സോ യു ആർ പാർട്ട് ഓഫ് IEEE സ്റ്റുഡന്റ് ബ്രാഞ്ച്, GEC Bharat. All right, and we have actually globally എടുത്താൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം മെമ്പേഴ്സ് ഉണ്ട്. ഈ പല കാറ്റഗറിയിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. IEEEക്കകത്ത് കുറച്ച് ടെക്നിക്കൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സൊസൈറ്റീസ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തന്നാൽ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ ടു എക്സ്പ്ലെയിൻ. ഒരുപാടൊന്നും കേട്ട് ഞാൻ വീണ്ടും കാര്യങ്ങൾ പറയുന്നില്ല. എന്നിരുന്നാലും നിങ്ങളൊരു കോളേജിൽ പോകും, നിങ്ങളിപ്പോൾ ബാട്ടൺ ഹിൽ കോളേജിൽ പോകുന്നു, റൈറ്റ്? ഇപ്പൊ അതിനകത്ത് ഒരു 10 ആൾക്കാർ പോകുന്നു. ഒരു 5 ആൾക്കാർക്ക് റോബോട്ടിക്സിലാണ് ഭയങ്കര താല്പര്യം. ദേ ആർ വെരി മച്ച് ഇൻട്രസ്റ്റ് ഇൻ റോബോട്ടിക്സ് ഓർ ഇലക്ട്രോണിക്സ്. ബാക്കി 5 ആൾക്കാർക്ക് മെക്കാനിക്കൽ റിലേറ്റഡ് ആണ് താല്പര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലും ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ ഗോ ആൻഡ് മീറ്റ് പീപ്പിൾ ഇൻ ദി ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ ബാക്കി 5 പേർക്ക് മെക്കാനിക്കൽ റിലേറ്റഡ് എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ ചെയ്യണം, അതിലാണ് താല്പര്യം. ദേ വിൽ ഗോ ആൻഡ് മീറ്റ് പീപ്പിൾ ഓർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇൻ ദി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ IEEEക്ക് അകത്ത് തന്നെ സ്മോൾ ഫോക്കസ്ഡ് ഏരിയാസ് ഉണ്ട്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ഫീൽഡ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇറ്റ് റിലേറ്റഡ് ഫീൽഡ്സ്, ഇങ്ങനെ ബയോമെഡിക്കൽ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ഫീൽഡ്സ്, ഇങ്ങനെ ഒരുപാട്. അതിനെയാണ് സൊസൈറ്റീസ്, ടെക്നിക്കൽ സൊസൈറ്റീസ് എന്ന് നമ്മൾ വിളിക്കും. വി ഹാവ് ഇൻ IEEE 39 സച്ച് ടെക്നിക്കൽ സൊസൈറ്റീസ്. നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ, യു ക്യാൻ ടേക്ക് ഇറ്റ്സ് സംതിങ് ലൈക്ക് എ സബ് മെമ്പർഷിപ്പ്. കുറെയൊക്കെ ഫ്രീ ആണ്, കുറെയൊക്കെ $1, $2, $3, $5, $6, ഇങ്ങനെ പല റേഞ്ചിലാണ് ഓരോന്നും. അതെ, അപ്പം ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് അഡീഷണൽ മെമ്പർഷിപ്പ് ഇൻ ദീസ് ടെക്നിക്കൽ സൊസൈറ്റീസ്. സൊസൈറ്റി മെമ്പർഷിപ്സ് ആർ ഓൾവേസ് ബെനിഫിഷ്യൽ. നിങ്ങൾക്ക് IEEE ശരിക്കും ബെനിഫിറ്റ്സ്, ടെക്നിക്കൽ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ടെക്നിക്കൽ സൊസൈറ്റിയുടെ പാർട്ടാണ്. ഓക്കെ, and IEEE presence is there in 160+ countries, 160+ രാജ്യങ്ങളിൽ വേൾഡ് വൈഡ്. Now, if you want to connect people from Uganda, yes, I can help you. Yes, it is possible. If you want to connect with people from Nigeria, yes, I can help you. If you want to connect with people from Canada, yes, I can help you. If I can help you, you can do it yourself. Right? A kind of, network, ഭയങ്കരം. Personally, എനിക്ക് 2 ബെനിഫിറ്റ്സ് തോന്നിയിട്ടുള്ള ഒന്നാണ് നെറ്റ്വർക്കിംഗ്. ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് പീപ്പിൾ ഫ്രം വണ്ടർഫുൾ യൂണിവേഴ്സിറ്റീസ് ഔട്ട്സൈഡ്. ഞാൻ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സും അതുപോലെ PhDയും ഉള്ള കണക്ഷൻസ് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഹൗ? ത്രൂ ദീസ് കോണ്ടാക്ട്സ്.
sir, I want to do, masters in our university. Do you know anyone? Obviously, we have people from IEEE who are faculty members in those wonderful universities. We will connect with them, right? We helped a lot. So that kind of professional network you will get from IEEE. That is something beyond words. That networking capabilities and networking opportunities, something beyond words. Believe me, it is something beyond. Do experience that, then you will realize. പിന്നെ IEEE ഒരുപാട് കോൺഫറൻസ് നടത്തുന്നുണ്ട്, ഒരുപാട് ടെക്നിക്കൽ ഡോക്യുമെന്റ്സ്. നിങ്ങൾ അടുത്തെങ്കിലും സെമിനാറോ പ്രോജക്റ്റോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് വെച്ച് വാട്ട് യു വിൽ ഡു, നിങ്ങൾ എന്താ പറയുക, ഓരോ പേപ്പറിന്റെ ബേസിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം സെമിനാർസ് ഇതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഡിജിറ്റൽ ലൈബ്രറി, വേൾഡിലെ ബെസ്റ്റ് ഡിജിറ്റൽ ലൈബ്രറി IEEE'താണ്. വേൾഡിലെ ബെസ്റ്റ് ഡിജിറ്റൽ ലൈബ്രറി IEEE'താണ്. അറിയാം. ഇതുകൊണ്ട് തീർന്നില്ല. ഡിജിറ്റൽ ലൈബ്രറി മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യും. ഡിജിറ്റൽ ലൈബ്രറീസ് ഉണ്ട്, ഒരുപാട് മാഗസിൻസ് ഉണ്ട്, ഒരുപാട് എന്താ പറയുന്ന ജേർണൽസ് IEEE ഇറക്കുന്നുണ്ട്. പിന്നെ ഐ ഷുഡ് സേ, ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ വൈഫൈ എല്ലാവരുടെ വീട്ടിലും ഇപ്പം നിങ്ങളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന മിക്കവാറൊക്കെ വൈഫൈ മോഡം കണക്ട് ചെയ്തിട്ടായിരിക്കും അല്ലെ, വൈഫൈ. അപ്പം ഈ വൈഫൈ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ പ്രോട്ടോകോൾ ബിഹൈൻഡ് ദിസ്, റൈറ്റ്? ഇപ്പൊ എനിക്ക് തോന്നിയ കണക്ക് ഒരു വൈഫൈ മോഡം നാളെ മാർക്കറ്റിൽ നിന്ന് ചൈന സാധനം മേടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. വൈ? ബിക്കോസ് ദാറ്റ് പ്രോഡക്റ്റ് ഷുഡ് ഫോളോ സം സ്റ്റാൻഡേർഡ്സ്. അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ മോഡം അമേരിക്കയിൽ യൂസ് ചെയ്യാം, ഓർ ലണ്ടനിൽ യൂസ് ചെയ്യാം, ഓർ സ്വിറ്റ്സർലാൻഡിൽ യൂസ് ചെയ്യാം. ഐ ക്യാൻ യൂസ് ഇറ്റ് എനിവെയർ. വേൾഡ് വൈഡ് ആയിട്ട് എനിക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനെ ശരിക്കും എന്ത് പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിലും there should be some standards. എന്നാലേ എല്ലാം ഒരേ ഫോർമാറ്റിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5G, നമ്മളിപ്പോ 4G ആണല്ലോ, അറേ. സാംസങ് മേടിച്ചാലും ഓപ്പോ ഫോൺ മേടിച്ചാലും there are some standards. കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ ജിയോ ആയിരുന്നാലും ശരി, VI ആയിരുന്നാലും ശരി, there are some standards. ഇതുപോലെ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന് വേൾഡിൽ IEEE ആണ്. IEEEക്കകത്ത് സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ ഉണ്ട്. IEEE അപ്രൂവ് ചെയ്താൽ മാത്രമേ സ്റ്റാൻഡേർഡ്സ് വരുള്ളൂ. അങ്ങനത്തെ സ്റ്റാൻഡേർഡ്സ് അപ്രൂവ് ചെയ്താൽ മാത്രമേ അതൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുള്ളൂ, റൈറ്റ്? അപ്പൊ IEEEന്റെ ആ ഒരു റേഞ്ച് നോക്കണം. വെറുതെ ആക്ടിവിറ്റി ചെയ്യൽ മാത്രമല്ല, കുറെ ടെക്നിക്കൽ ഡോക്യുമെന്റ്സ് തരൽ മാത്രമല്ല, ഈവൻ ഇൻ ദി സ്റ്റാൻഡേർഡ്സ് ആസ് വെൽ, റൈറ്റ്? ഓക്കെ, എന്ത് കമ്മ്യൂണിക്കേഷനോ എന്ത് കൈൻഡ് ഓഫ് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഇറക്കിയിരുന്നാലും there should be some standards. അപ്പൊ ഏത് കമ്പനി ഇറക്കിയിരുന്നാലും ഇറ്റ് വിൽ ഫോളോ സം സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് IEEE ആണ്, ഈ ഒരു ഓർഗനൈസേഷനാണ്. ഓക്കെ, സോ ലോട്ട് ഓഫ് പീരിയോഡിക്കൽസ് ആർ ദെയർ. ഇതൊക്കെയാണ് IEEE കുറിച്ച് മൊത്തമായി പറഞ്ഞാൽ ഗ്ലോബലി ചെയ്യുന്ന പല കാര്യങ്ങൾ. ഓക്കെ, ഒരുപാട് കോൺഫറൻസ് നടത്തും, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. 1 by 1 നമ്മൾ പറയാം. 10 റീജിയനുണ്ട്, നമ്മൾ റീജിയൻ 10-ലാണ്. നമ്മൾ ബംഗ്ലാദേശ്, ജപ്പാൻ, കൊറിയ, ചൈന, ഇവരൊക്കെ ഇന്തോനേഷ്യ, മലേഷ്യ, നമ്മളെല്ലാം വരുന്നത് റീജിയൻ 10-ലാണ്. വി ആർ അണ്ടർ റീജിയൻ 10. ഓരോ റീജിയനിലും there are 334 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ നമ്മൾ കേരള സെക്ഷനാണ്. കേരള ഒട്ടുക്ക് ഒറ്റ സെക്ഷനേ ഉള്ളൂ, കേരള സെക്ഷൻ. നമ്മൾ കേരള സെക്ഷൻ. അതുപോലെ മദ്രാസ് ഉണ്ട്, ബോംബെ ഉണ്ട്, ഡൽഹി ഉണ്ട്, ഇങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ദ ജിയോഗ്രഫിക് ലൊക്കേഷൻ. നമ്മൾ വരുന്ന കേരള സെക്ഷനിലാണ്. ഓക്കെ, ആൻഡ് ജസ്റ്റ് ഇതും ആദിത്യ പറഞ്ഞിട്ടുണ്ടാവും, എന്നിരുന്നാലും ലെറ്റ് മീ ടേക്ക് 1 more minute ടു ടെൽ യു ഹൗ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത്. IEEE റൈറ്റ്. ശരിക്കും 1884 ഓർമ്മിക്കല്ലോ, എത്ര വർഷം പിന്നിലാണ്. ഇൻ 1884 കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ്? AI, നമ്മളെ നാട്ടിലൊക്കെ ക്ലബ്ബ് തുടങ്ങുമല്ലോ, അതുപോലെ ദേ സ്റ്റാർട്ടഡ് ആൻ ഓർഗനൈസേഷൻ, AIEE, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. ഇത് തുടങ്ങിയ ആൾക്കാരൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ നോക്കിയാൽ മനസ്സിലായി. തുടങ്ങിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും നോബൽ പ്രൈസ് വിന്നേഴ്സ് ആണ്. യു ക്യാൻ സീ, പലർക്കും ഈ ഫേസ് കണ്ടപ്പോൾ തന്നെ അറിയായിരിക്കും. ജനറൽ നോളജ് നല്ലപോലെ അറിയാന്നുള്ളവർക്ക് അപ്പം തന്നെ മനസ്സിലായി കാണും. ഈ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. നൺ അതർ ദാൻ തോമസ് ആൽവ എഡിസൺ. എന്താണ് കോൺട്രിബ്യൂഷൻ ഞാൻ പറയണ്ടല്ലോ. എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആവാൻ പോകുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഇനിയിപ്പോൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ സൈഡിൽ കൂടെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോ, റൈറ്റ്? സോ എനിവേ, എഡിസൺ, റൈറ്റ്? ഇന്നൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുന്നത് ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷനാണ്. ദെൻ കുറെ പേർക്കെങ്കിലും ഈ ഫേസ് ഓർമ്മ വന്ന് കാണും. ഗ്രഹാം ബെൽ, വിളിക്കുന്നതും പല കാര്യങ്ങളും ഒക്കെ ഇന്ന് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് പേഴ്സൺ, റൈറ്റ്?
the third person, Marconi, radio, the concept of radio and all, Marconi. Right? അപ്പൊ ഇതുപോലുള്ള ഇവർ മാത്രമല്ല ഇതുപോലുള്ള നോബൽ പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സയന്റിസ്റ്റ് ഇവർ തുടങ്ങിയ ഓർഗനൈസേഷനാണ് AIEE, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. എന്തിനു തുടങ്ങി? ഞാനൊരു പ്രോജക്റ്റ് ചെയ്യണം, ഞാൻ വെറുതെ ഇരുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഡൗട്ട് വന്നാൽ ചോദിക്കണം, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾ വേണം, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ടീം വേണം. അങ്ങനെ apart from their job, they formed an organization to share their technical knowledge. അവരുടെ ടെക്നിക്കൽ നോളജ് ഷെയർ ചെയ്യാൻ അവരൊരു ക്ലബ്ബ്, ഒരു ഓർഗനൈസേഷൻ തുടങ്ങി. അതാണ് AIEE, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, 1884. അത് കഴിഞ്ഞ് 1912 ആയപ്പോഴത്തേക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റേഡിയോ എഞ്ചിനീയേഴ്സ് ഓർഗനൈസേഷൻ കൂടെ ഒരു സിമിലർ ഓർഗനൈസേഷൻ വന്നു. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് 63 ആയപ്പോ IEEE ആയി. അന്നേരം ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്നാണ് അന്നേരം ഉണ്ടായിരുന്ന പേര്. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ പറയാറില്ല. ഇന്ന് ഇറ്റ് ഈസ് ജസ്റ്റ് IEEE. കാര്യം ഇന്ന് ഈ IEEE പണ്ട് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് തുടങ്ങിയതാണ് 63. പക്ഷെ നൗ വി ഹാവ് പീപ്പിൾ ഫ്രം മെക്കാനിക്കൽ, ഫ്രം nano science or nanotechnology, from mechatronics, from I should say computing and related fields. IEEE ഏറ്റവും കോൺട്രിബ്യൂഷൻസ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ആണ്. റൈറ്റ്? മെജോറിറ്റി കോൺട്രിബ്യൂഷനും ആർ നൗ ഫ്രം, ബാക്കിയില്ല എന്നല്ല, നൗ ഫ്രം ദീസ് പീപ്പിൾ. സോ വി ഹാവ് പീപ്പിൾ ഫ്രം മെക്കാനിക്കൽ, വി ഹാവ് പീപ്പിൾ ഫ്രം എയറോനോട്ടിക്കൽ, വി ഹാവ് പീപ്പിൾ ഫ്രം ദിസ് എന്താ പറയുന്നത് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ഫീൽഡ്സ്, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഫീൽഡ്സ്. ഇവിടെ നിന്നൊക്കെ ആയപ്പോൾ IEEE എന്ത് ചെയ്തു? ഈ പതുക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പതുക്കെ കളഞ്ഞു. ജസ്റ്റ് കോൾ ഇറ്റ് ആസ് IEEE. പിന്നെ IEEE വിളിക്കുള്ളൂ. റൈറ്റ്? യു കനോട്ട് ഫൈൻഡ് ഇറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, അറിഞ്ഞൂടാത്ത ആൾക്കാരെ പറയുള്ളൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ്. അല്ലാതെ ഇപ്പം അറിയാവുന്ന ആൾക്കാർ ഇറ്റ്സ് ജസ്റ്റ് IEEE. ബിക്കോസ് വി ഹാവ് പീപ്പിൾ ഫ്രം ഓൾ ഫീൽഡ്സ്. We have people from all fields, right? So this is not just limited to electrical electronics people. This is IEEE എന്നൊക്കെ കാണുമ്പോൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. റൈറ്റ്? അങ്ങനെയല്ല, ദിസ് ഈസ് ഫോർ ഓൾ ഫീൽഡ്സ്, ഓൾ റിലേറ്റഡ് ഫീൽഡ്സ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പൊ ശരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇവർ തുടങ്ങിയ അതേ ഉദ്ദേശം തന്നെയാണ് നമുക്ക് കുറച്ച് നോളജ് കിട്ടണം, നമുക്കുള്ള നോളജ് ബാക്കി ആൾക്കാർക്ക് ഷെയർ ചെയ്യണം, അങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ ഓർഗനൈസേഷനിൽ പാർട്ടാവണം. അല്ലാതെ മ്യൂസിക് ക്ലബിൽ പാട്ടായാൽ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. പ്രോബബ്ലി യു കൻ ഇംപ്രൂവ് യുവർ പാടാനുള്ള കഴിവ്, ദാറ്റ്സ് ഇറ്റ്. അതർവൈസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ അങ്ങനെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, ടെക്നിക്കലി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി പാർട്ട് ഓഫ് എ ടെക്നിക്കൽ ഓർഗനൈസേഷൻ. അപ്പൊ ചോദിക്കും, എന്തിനാ സാർ IEEE മാത്രം? വേറെ ഒരുപാടുണ്ടല്ലോ. ഉണ്ട്, ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്. വി ആർ ഓൾസോ പാർട്ട് ഓഫ് ലോട്ട് ഓഫ് അതർ ഓർഗനൈസേഷൻസ്, റൈറ്റ്? ലോട്ട് ഓഫ് അതർ ടെക്നിക്കൽ ഓർഗനൈസേഷൻസ് ആർ ദേർ. ബട്ട് ദി തിങ് ഈസ്, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് IEEE. ഇറ്റ്സ് IEEE ആൻഡ് വി ഡോണ്ട് ഹാവ് എനി അതർ. എനിക്ക് വേറൊന്നും പറഞ്ഞു തരാനില്ല. വേറൊന്നും ഓപ്പർച്യൂണിറ്റീസ് തരുന്നത് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് മോർ ടു ടെൽ യു. It's IEEE only, IEEE alone. Okay, and keep it in mind, use this technology for the betterment of society. അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. അവനവൻ മാത്രം നന്നായാൽ പോരാ. യൂസ് ദാറ്റ് നോളജ് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് സൊസൈറ്റി. ഗിവ് ബാക്ക് ടു സൊസൈറ്റി. അതും കൂടെ കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഇത് ഇനി കേരള സെക്ഷനിലോട്ട് വന്നത് പഴയ കണക്കാണ്, ഇപ്പൊ ഇതെല്ലാം കണക്ക്. എന്നിരുന്നാലും വി ഹാവ് ക്ലോസ് ടു 8,000 members. വി ഹാവ് ക്ലോസ് ടു. അതിനകത്ത് മെജോറിറ്റി ഒരു 80% സ്റ്റുഡന്റ് മെമ്പേഴ്സ് ആണ്. നമുക്ക് ലോട്ട് ഓഫ് പ്രൊഫഷണൽസ് ആർ ഓൾസോ ദെയർ. നമുക്ക് 10-12 ടെക്നിക്കൽ സൊസൈറ്റീസ് ആർ ദെയർ, റൈറ്റ്? വി ഹാവ് സം ടെക്നിക്കൽ സൊസൈറ്റീസ്. 103 എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് സ്റ്റുഡന്റ് ബ്രാഞ്ചസ് ഉണ്ട്. ടിൽ ടുഡേ 103 എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് സ്റ്റുഡന്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ ശരിക്കും 3 റീജിയൻസ് ആണ്. നമ്മൾ ട്രാവൻകൂർ ആണ്, അതുപോലെ കൊച്ചിയുണ്ട്, മലബാറുണ്ട്. ഇങ്ങനെ 3 റീജിയൻസിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക് നേരത്തെ ആദിത്യ പറഞ്ഞു, ലിങ്ക് എന്ന് പറയുന്നതാണ് ദ സ്റ്റുഡന്റ് ലീഡർഷിപ്പ് ടീം ഓഫ് കേരള സെക്ഷൻ. പിള്ളേരുടെ ലീഡർഷിപ്പ് ടീം, ദാറ്റ്സ് ലിങ്ക്. ഓക്കെ, സോ വി ഡു ആക്ടിവിറ്റീസ് അണ്ടർ സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ് കമ്മിറ്റി. ഓൾറൈറ്റ്, ഓക്കെ. സോ ക്വിക്ലി ബാക്കിയിലൂടെ പോകുന്നതിന് ഒരു ചെറിയ കഥ പറഞ്ഞുതരാം.
ഇതെങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി. റൈറ്റ്. ആദ്യത്തെ ഈ കഥ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഹൗ ദിസ് അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി എന്ന് വന്നു എന്നുള്ളത്? ഇല്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. റൈറ്റ്. ഏതാണ്ട് 2001 ഉള്ള IEEE മാഗസിൻ, പഴയ മാഗസിൻ, 90കളിലൊക്കെ മാഗസിൻ എടുത്ത് വായിച്ചാൽ അതിനകത്ത് ഇതിന്റെ താഴെ IEEE ലോഗോ കൊണ്ട് താഴെ നെറ്റ്വർക്കിംഗ് ദി വേൾഡ് എന്നാണ് എഴുതിയിരുന്നത്. നെറ്റ്വർക്കിംഗ് ദി വേൾഡ്, അതായത് ബാക്കി ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക, കണക്ട് ചെയ്യുക, അതായിരുന്നു അന്നേരമുള്ള മെയിൻ ഉദ്ദേശം. അന്നേരമാണ് ഐ ഹോപ്പ് യു റിമെമ്പർ, നമുക്കൊരു സുനാമി ഡിസാസ്റ്റർ ഉണ്ടായി 2004. ഐ റിമെമ്പർ 2004 December 26 സുനാമി അടിച്ചത് നിങ്ങൾക്ക് പലർക്കും ഓർമ്മ ഉണ്ടാവും. ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ഭയങ്കര സുനാമി ഡിസാസ്റ്റർ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. റൈറ്റ്. അപ്പൊ അന്നേരം ഇറ്റ് വാസ് നോ ആ ഒരു അതിന്റെ ഒരു ഡെപ്ത് കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും നാശനഷ്ടം ഉണ്ടായിരുന്നത് ഇറ്റ്സ് ഇൻ ദി കോസ്റ്റൽ ഏരിയാസ് ഓഫ് തമിഴ്നാട്. അപ്പോ ഈ സുനാമി അടിച്ചു. ദെൻ വെരി നെക്സ്റ്റ് ഡേ സം 5 or 6 വോളണ്ടിയേഴ്സ്, പ്രൊഫഷണൽ മെമ്പേഴ്സ് ഫ്രം കേരള സെക്ഷൻ, അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാല് അവരൊരു കാറിൽ കയറി നേരെ നാഗപട്ടണത്ത് പോയി. നാഗപട്ടണം തമിഴ്നാട്ടിലാണ്, അതൊരു കോസ്റ്റൽ ഏരിയ. അവിടെ പോകുമ്പോൾ there were only dead bodies മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. റൈറ്റ്. only dead bodies, nothing was happening. കാര്യം ഒന്നും പറ്റുന്നില്ല, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ വാട്ട് they did is like, ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ എഞ്ചിനീയേഴ്സ് ആണ്, പല സ്ഥലങ്ങളിൽ സീഡാക്കിലും പല ടെക്നോഫാർ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്കുള്ള അറിവ് വെച്ചിട്ട് ഇവർ കുറെ ആന്റിനാസ് ഒക്കെ കൊണ്ടുപോയി കണ്ട മരത്തിലും മറ്റേ തൂണിലും ഒക്കെ വെച്ച് കെട്ടി ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അങ്ങ് ബിൽഡ് ചെയ്തു ഇവരായിട്ട്. എന്നിട്ട് പറഞ്ഞു, ഈ നെറ്റ്വർക്കിന് ഒരു 3 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, ഒരു കാര്യം ചെയ്യാൻ അങ്ങറ്റം പോ, അവിടെ ആൾക്കാരുണ്ടോ നോക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മളിവിടെ ഒരു കൺട്രോൾ റൂം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരൊരു കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തു. നമ്മുടെ മലയാളികളാ, എഞ്ചിനീയേഴ്സാ, 5-6 പേരേ ഉള്ളൂ. റൈറ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് വന്നു, ബാക്കി NGOs ഒന്നും ഒക്കെ ഉള്ളതല്ല സംഭവം, എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് ആ ഒരു റിലീഫ് ഓപ്പറേഷൻ ഭയങ്കരമായി കോർഡിനേറ്റ് ചെയ്തു. ആൻഡ് ദ സ്റ്റാർട്ട് വാസ് ഫ്രം സം എന്താ പറയുക വെരി എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ ഫ്രം IEEE കേരള സെക്ഷൻ. അത് ഗ്ലോബൽ IEEE റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷമാണ് അവർ ഈ ടാഗ് ലൈൻ മാറ്റി അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി. സോ വി ആർ ആക്ച്വലി ദ റീസൺ ബിഹൈൻഡ് ദിസ് അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി. റൈറ്റ്. സോ അന്ന് IEEE മനസ്സിലായി, നിങ്ങൾ എന്ത് പഠിച്ചോ യൂസ് ഇറ്റ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമാനിറ്റി. റൈറ്റ്. ഇതേപോലൊരു കഥ കൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 years ബാക്ക് 2018 നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ ഫ്ലഡ് ഉണ്ടായി. റൈറ്റ്. ഫ്ലഡ്. സോ അന്നേരം എന്ത് ചെയ്യുന്നു പറഞ്ഞാല് നമ്മൾ എല്ലാ വർഷവും IEEE ഓൾ കേരള സ്റ്റുഡന്റ് കോൺഗ്രസ് AKS ഒരു പ്രോഗ്രാം നടത്തും. IEEE മെമ്പേഴ്സിന് മാത്രമുള്ള ഒരു പ്രോഗ്രാമാണ് ഓൾ കേരള സ്റ്റുഡന്റ് കോൺഗ്രസ്. നല്ല ഒത്തിരി ടോക്സും സെഷൻസും വർക്ക്ഷോപ്സും ഒക്കെ കാണും. നമ്മൾ അന്നേരം ഫിസാറ്റിൽ വെച്ച് ഈ പ്രോഗ്രാം 2018 ഓർഗനൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എല്ലാം പ്ലാൻ ചെയ്തു, ഡേറ്റ് അനൗൺസ് ചെയ്തു. ഒരു 350ഓളം പിള്ളേരെ രജിസ്റ്റർ ചെയ്തു. അന്നേരമാണ് ഈ മഴ കൂടുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ August 11-12 ആ ഡേറ്റിലാണ് മഴ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പം ഇടുക്കി ഡാമിന്റെ ഷട്ടറൊക്കെ ഇപ്പൊ തുറക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പം വി തോട്ട് ലൈക്ക് നടത്താൻ പറ്റില്ല. വൈ? ബിക്കോസ് കണ്ടീഷൻ മോശമായി വരുന്നു. ഇടുക്കി ഡാം ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ളത്തിലാവും, പിള്ളേർ വന്നാൽ കുടുങ്ങും, അറിയാം. സോ വാട്ട് വി തോട്ട് ഈസ് ലൈക്ക്, നമുക്കിത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം പറഞ്ഞു നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാണ് എന്ന് അങ്ങ് ഡിസൈഡ് ചെയ്തു. നമ്മുടെ IEEE ഇവന്റാ. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ഓൾറെഡി മലബാർ എന്നൊക്കെ പിള്ളേർ വണ്ടി കയറി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വാട്ട് വി ഡിഡ് ഈസ് ലൈക്ക്, നമ്മൾ പെട്ടെന്ന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരെല്ലാം രജിസ്ട്രൻസിനെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം തിരിച്ചു പോക്കോ, ആരും വരണ്ട, വി ഹാവ് പോസ്റ്റ്പോൺ ദി ഇവന്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഈ ആൾക്കാരൊക്കെ തിരിച്ചു പോയി. അപ്പൊ തന്നെ ഷട്ടർ തുറന്നു. അപ്പൊ ഫിസാറ്റ് അങ്കമാലിയില്ല. അപ്പൊ അങ്കമാലി ആ ഏരിയ കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായി. സോ അപ്പൊ ഇതിനകത്ത് ഡിസ്കഷൻസ് ആണ്. നമ്മളൊരു ടെക്നിക്കൽ ഓർഗനൈസേഷൻ ആണല്ലോ, നമ്മൾ പണ്ട് സുനാമിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്ത ആൾക്കാരാണല്ലോ. വൈ കാൺ വി സ്റ്റുഡൻസ് ഡു സംതിങ്, എന്തെങ്കിലും ചെയ്തൂടെ എന്നൊക്കെ ആലോചിച്ചു. അങ്ങനെയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് CET, ദെൻ എവിടെയാ TKM മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഐ മീൻ ഐ എം നോട്ട് ഷുവർ ബാട്ടർ ഹില്ലിനുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 7-8 വോളണ്ടിയേഴ്സ്, നമ്മുടെ പല എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഒരു 7-8 വോളണ്ടിയേഴ്സ്, സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ്, നിങ്ങളെപ്പോലെ സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ് ഒരു പോർട്ടൽ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു നമുക്കിത് ഗവൺമെന്റിന് കൊടുക്കാം. റൈറ്റ്. എന്തിനാന്ന് വെച്ചാൽ പല റിലീഫ് ക്യാമ്പുകളുണ്ടല്ലോ, അപ്പൊ അവിടെ എന്താ സാധനങ്ങൾ ആവശ്യം അത് എത്തിക്കാം. പിന്നെ ആരെങ്കിലും ഇപ്പൊ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ GPS ലൊക്കേഷൻ ടാഗ് ചെയ്ത് ഹെൽപ്പ് റിക്വസ്റ്റ് ഇടാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പോർട്ടൽ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചു. പോർട്ടൽ ഉണ്ടാക്കി, ഗവൺമെന്റിനെ അറിയിച്ചു. പിള്ളേരുണ്ടാക്കിയതാ, വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. പിള്ളേർ സ്റ്റുഡൻസ് എലോൺ ഗവൺമെന്റിനെ അറിയിച്ചു. പിറ്റേ ദിവസം CMന്റെ ഫേസ്ബുക്ക് പേജിൽ വരുന്നു ദാറ്റ് Kerala Rescue.in will be the official
portal of Government of Kerala for coordinating rescue operations. Did by Kerala section IEEE student volunteers. They received lot of appreciations. Zero downtime ആണ്. ഒരു തവണ പോലും ആ പോർട്ടൽ ഡൗൺ ആയിട്ടില്ല. ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ആവശ്യമില്ലാത്തതിനോട് കണക്കുമായിരിക്കും മിക്കവാറും. സോ അത്രയും ഒരു സീറോ ഡൗൺ ടൈമിൽ വി കോർഡിനേറ്റഡ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 lakh പ്ലസോ എത്രയാണ് ഒരു കണക്ക് പറഞ്ഞത്, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. അത്രയും റിക്വസ്റ്റ് ആണ് അതുവഴി ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ആ പോർട്ടൽ യൂസ് ചെയ്തത്. നമ്മുടെ പിള്ളേർ ചെയ്തതാ. റൈറ്റ്. ഒരു എന്താ പറയുന്നത്, നമ്മുടെ പല സ്റ്റുഡന്റ് ബ്രാഞ്ചിലും IEEE സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ് മെമ്പർഷിപ്പ് എടുത്ത വോളണ്ടിയേഴ്സ് ചെയ്തതാ. Right? So we again did our part in the best way possible to help society. അപ്പൊ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ശരിക്കും നമ്മൾ ഇതൊക്കെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. സോ വി ഡു എ ലോട്ട് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് സൊസൈറ്റി. ഓക്കെ, നൗ ഇനി നമ്മുടെ റിയൽ പോയിന്റിലോട്ട് വരാം. ഓക്കെ, ഞാൻ ഒത്തിരി ലേറ്റ് ആക്കുന്നില്ല, നമ്മുടെ റിയൽ പോയിന്റ് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു IEEE മെമ്പർഷിപ്പ് എടുത്താൽ there are some technical societies. ഇതൊക്കെയാണ് കുറെ സൊസൈറ്റീസ്. ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ സൊസൈറ്റി, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ സൊസൈറ്റി, കമ്മ്യൂണിക്കേഷൻ സൊസൈറ്റി, ദെൻ പവർ ആൻഡ് എനർജി സൊസൈറ്റി ഇലക്ട്രിക്കൽ ആൾക്കാർക്ക്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ സൊസൈറ്റി എസ്പെഷ്യലി മെക്കാനിക്കൽ റിലേറ്റഡ് ഫീൽഡ്സ് ഓർ മെക്കട്രോണിക്സ് താല്പര്യമുള്ള ആൾക്കാർക്ക്, പവർ ഇലക്ട്രോണിക് സൊസൈറ്റി. ഇത് കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ, 10-30 ഉണ്ട്. എല്ലാം കൂടി ഇട്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ കുറച്ച് ഇട്ടത്. ഓക്കെ, ദർ ആർ ലോട്ട് ഓഫ് സൊസൈറ്റീസ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നിങ്ങളുടെ ബിടെക് ബ്രാഞ്ച് പോലെ. ഓക്കെ, മെമ്പർഷിപ്പ് എടുത്താൽ ആ ഒരു ഏരിയയിൽ മാത്രമുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ ഒരുപാട് എന്താ പറയുന്നത്, റാസ് ഉണ്ട്, റാസും CS-ഉം ബാട്ടൺ ഹില്ല് സൊസൈറ്റീസ് ഉണ്ട്. APS ഈസ് ഓൾസോ, APS ആന്റിന ആൻഡ് പ്രൊപ്പഗേഷൻ സൊസൈറ്റി, MGTS മൈക്രോവേവ് റിലേറ്റഡും ഉണ്ട്. അപ്പം യു ക്യാൻ സ്റ്റാർട്ട് ഏത് വേണോ, യു ക്യാൻ ബി ദ മെമ്പർ. റൈറ്റ്. See, believe me, അപ്പം ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സൊസൈറ്റി അല്ലെ ഏത് സൊസൈറ്റി ആയിരുന്നാലും ഒരുപാട് പ്രോജക്ട് പ്രപ്പോസൽസിന് ഈ IEEE ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രോജക്ട് പ്രപ്പോസൽസ് ഒരുപാട് ഇൻവൈറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്കൊരു നല്ല പ്രോജക്ട്, നിങ്ങളെ ഫൈനൽ ഇയർ ആവണമെന്നില്ല, ഫസ്റ്റ് ഇയർ പിള്ളേർ മതി, നിങ്ങൾക്കൊരു നല്ല പ്രോജക്ട് ഐഡിയ മനസ്സിലുണ്ട്. റൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ പ്രോജക്ട്, ഇതൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലുണ്ട്. അതിന് നല്ല വൃത്തിക്കൊരു പ്രപ്പോസൽ ആക്കണം. റൈറ്റ്. ദിസ് ഈസ് ഓൺലി ഫോർ IEEE മെമ്പേഴ്സ്. റൈറ്റ്. IEEE ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഓരോ സൊസൈറ്റിയും വിളിക്കും, ഇൻ ജനറൽ IEEE വിളിക്കും. യു ക്യാൻ സബ്മിറ്റ് ഫോർ ദിസ് പ്രോജക്ട് പ്രപ്പോസൽസ്. ഫണ്ടിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഒരെണ്ണം അപ്രൂവ് ആയാൽ മതി. നിങ്ങളുടെ ബിടെക് ലൈഫിൽ ഒരെണ്ണം അപ്രൂവ് ആയാൽ മതി. നമ്മൾ ഈ പറയുമല്ലോ, ഒരെണ്ണം മതി, ജിങ്കാലാല എന്ന് പറയുന്ന കണക്കുള്ള എഫക്റ്റ് ആണ്. റൈറ്റ്. ഇഫ് യു ഹാവ് വൺ ഫണ്ടഡ് പ്രോജക്ട് ഫ്രം ദിസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, നിങ്ങൾ പിന്നെ ഇന്റർവ്യൂവിന് തന്ന അയ്യോ പോത്തോ എന്ന് പറഞ്ഞിരിക്കേണ്ട. There will not be a situation where you sit in front of an interviewer without anything to deliver. അപ്പ പ്ലേസ്മെന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നാളെ റിസർച്ചിന് പോവുകയാണെന്ന് വെച്ചോ, ഐ ഹാവ് ഡൺ എ ഫണ്ടഡ് പ്രോജക്ട് എന്ന് ഒരൊറ്റ പ്രോജക്ട് ചെയ്ത് നിങ്ങൾ കാണിച്ചാൽ മതി. ദാറ്റ് ഷോസ് യുവർ ക്വാളിറ്റി, ദാറ്റ് ഷോസ് യുവർ ഡെഡിക്കേഷൻ. റൈറ്റ്. ഇന്ന് നമ്മുടെ ടീച്ചേഴ്സ് പോലും ചെയ്യുന്നില്ല ഫണ്ടഡ് പ്രോജക്റ്റുകൾ. അപ്പൊ ആലോചിച്ച് നോക്കി, ഇഫ് യു ഹാവ് എ സ്റ്റുഡന്റ് മെമ്പർ, ഇഫ് യു ഹാവ് ഡൺ എ ഫണ്ടഡ് പ്രോജക്ട്, വാട്ട് കൈൻഡ് ഓഫ് റെക്കഗ്നിഷൻ യു വിൽ ഗെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അതർ പീപ്പിൾ. നമ്മൾ എപ്പോഴും നോക്കിക്കാണുന്ന ആ ഒരു ആംഗിളിലാണ്. So if you go for masters, if you go for PhD, or if you are going for a job, if you have done some kind of these funded projects, minimum one is more than enough to make you the best compared to പുറത്തിരിക്കുന്ന 100 ആൾക്കാർ. ഇന്റർവ്യൂ വെയിറ്റ് ചെയ്തിരിക്കുന്ന 100 ആൾക്കാരെക്കാളും നിങ്ങളെ ഡിഫറന്റ് ആക്കാൻ ഒരെണ്ണം മതി. റൈറ്റ്. So that kind of exposure, ഇതുപോലത്തെ n number of awards or project proposals are there in IEEE. ഇതിൽ ഒരെണ്ണം കിട്ടിയാൽ മതി, നിങ്ങൾ രക്ഷപ്പെട്ടു. നമ്മൾ എല്ലാം ഒന്നും ചെയ്യാൻ പറയുന്നില്ല, പക്ഷേ ദ ക്വാളിറ്റി ഷുഡ് ബി വെരി ഹൈ. ഈ തോന്നുന്ന കണക്ക് തലേ ദിവസം പ്രപ്പോസൽ എഴുതിക്കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ കിട്ടില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ചിട്ടയായ ഒരു ഫ്ലോ വേണം അതിനകത്ത്. വാട്ട് നമുക്ക് എന്താണ് ഐഡിയ, എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കമ്പോണൻസ് വേണം. ഗ്രാജുവലി യു ക്യാൻ ഇംപ്രൂവ് മാൻ. അതെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഓക്കെ, നമ്മൾ ശരിക്കും അപ്പൊ നമ്മൾ എന്താണ്, വി ആർ സപ്പോസ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ
technical activities. Do these kind of technical activities for your professional development. Okay? ഞാൻ നേരത്തെ പറഞ്ഞു 4 വർഷത്തെ കോഴ്സ് will never make you industry ready, will never make you employable. നിങ്ങൾ employable ആണോ, you should learn outside your classroom. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ you are not employable. Believe me, you are not employable. ഇല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ് തിരിച്ച് എന്നോട് പറഞ്ഞാൽ I will be here in the same college. Hey, please ask. ദൈവസായി ഇവിടെ തന്നെ ഉണ്ടാവും. And you will realize at that point of time that professional development or getting involved in technical activities is, or doing something, learn something, some critical skills outside your classroom will help you to get a wonderful career. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. What you want is professional development. For professional development, get involved in technical activities. Do technical activities. ബാക്കി വേണ്ടെന്നല്ല, പാടിക്കോ, മ്യൂസിക് ക്ലബിൽ പാട്ടായിക്കോ, സ്പോർട്സിൽ ചാടിക്കോ, make you physically fit, that's it. But that will never make you fit for a job. To make you fit for a job, you have to get involved in technical activities. And there is no compromise, there is no shortcut. വേറൊരു വഴിയില്ല, you have to get involved in technical activities. Alright? അപ്പം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്താണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അപ്പം പലർക്കും ഒരു കോൺസെപ്റ്റ് ആണ് ജോബും കരിയർ. റൈറ്റ്? ഒരു ഡിഫറൻസ് ഉണ്ട് ശരിക്കും ജോബും കരിയർ. നമ്മൾ അതാണല്ലോ 4 വർഷം കഴിഞ്ഞ് നോക്കുന്നത്, അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞ് നോക്കുന്നത്, PG കൂടെ കഴിഞ്ഞിട്ട്. either job or there is a difference. ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നു, ഇനി കാശ് കിട്ടും. വീണ്ടും പിറ്റേ ദിവസം പോയി ഞാൻ വർക്ക് ചെയ്യുന്നു, അല്ല 1 മാസം വർക്ക് ചെയ്യുന്നു, ഇനി കാശ് കിട്ടുന്നു. I'm doing some work, I'm getting paid, I'm getting some salary, that's it, I'm paid for that. That's a job. പക്ഷെ കരിയർ എന്ന് പറഞ്ഞാൽ it's actually that includes multiple jobs, that includes your professional development, that includes a lot of training programs that you attend, right? Your personality development, your development in some skills, for example machine learning, അല്ലെങ്കിൽ for example structural engineering in civil, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് ആൻഡ് മെക്കാനിക്കൽ. അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു ഏരിയ. ആ ഒരു ഏരിയയിൽ നിങ്ങൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യും, ഒരുപാട് കോഴ്സസ് ചെയ്യും, അറ്റൻഡ് ചെയ്യും, റൈറ്റ്? സോ യു ആർ ബിൽഡിംഗ് എ കരിയർ ബേസിക്കലി. സോ കരിയർ ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ ജോബ്സ്. അപ്പൊ ശരിക്കും ഡോണ്ട് ഫോക്കസ് ഓൺ ജസ്റ്റ് വൺ ജോബ്, ഫോക്കസ് ഓൺ കരിയർ, ഫോക്കസ് ഓൺ യുവർ കരിയർ. എന്നാലേ ഗ്രോത്ത് ഉള്ളൂ. അതർവൈസ് you may get some money, maybe you will get some കുറച്ച് മാസം ആദ്യം കിട്ടും, പക്ഷേ അതിനപ്പുറം nothing will be there. So don't just focus on a job, just focus on a career, a field where you can sustain, you can grow, right? അതാണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ട ഒരു കരിയർ. Okay, so career is a long term journey, and it's not a short term one, it's a long term journey. It includes multiple jobs, trainings, etc., etc., etc. All right. Now, അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കരിയർ കണ്ടുപിടിക്കണം. Okay. So the real difference between a job and a career is actually your attitude. എനിക്ക് ഇതാവില്ല, ഞാൻ ഇത്ര പണിയെടുക്കും, എനിക്ക് ശമ്പളം തായോ എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. There is no growth. കുറച്ചു കാലം കഴിയുമ്പം ചവിട്ടി വെളിയിൽ കളയും ഫ്രം ദിസ് ഓർഗനൈസേഷൻ, ആൻഡ് യു ക്യാൻ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് ഗോ ഫോർ സം ബിസിനസ് ആൻഡ് ഓൾ. അങ്ങനെ ചെയ്ത് വെറുതെ ഇരിക്കാം. അറിയാം. അല്ലാതെ ഇഫ് യു വാണ്ട് ടു സസ്റ്റെയിൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ there should be some attitude change, right? Attitude is very, very important. Attitude is very, very important, and this is a right time to align those attitudes. Correct attitude align cheyanulla right time, right from first year or probably second year onwards. Do that and aim for a good career, aim for a wonderful career, right? Now ഒരു കാര്യത്തോടെ പറയാം, IEEE പറയുന്നതിന് മുന്നേ ഹൗ ടു ചൂസ് യുവർ കരിയർ. പലർക്കും സംശയമാണ്, ഞാൻ ഏത് ഫീൽഡിലോട്ട് പോകും, പഠിച്ചോനെ ആവശ്യം പോലെ ഉണ്ടല്ലോ. ഹൗ വിൽ ഐ ഗോ ടു മെക്കാനിക്കൽ എടുത്താൽ 150 ഫീൽഡുണ്ട്, ഇലക്ട്രോണിക്സ് എടുത്താൽ 150 ഫീൽഡുണ്ട്, മൾട്ടിപ്പിൾ തിങ്സ് ആർ ദെയർ, റൈറ്റ്? ഞാനിപ്പോ എങ്ങോട്ടാ പോവുക എന്നൊരു കൺഫ്യൂഷൻ വരും. സോ ഹൗ ടു ചൂസ് യുവർ കരിയർ, റൈറ്റ്? ഫസ്റ്റ് ഇയറിൽ ഇത് ആവശ്യം വരില്ല, ഇച്ചിരി കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് നല്ലപോലെ ആവശ്യം വരും. പക്ഷേ ഫസ്റ്റ് ഇയറിലേ ഇത് ആലോചിച്ച് പോകണം. ദെൻ യു ക്യാൻ ചൂസ് യുവർ റൈറ്റ് കരിയർ. വളരെ സിമ്പിൾ ആണ്. ഹാവ് യു എവർ ഹേർഡ് ഓഫ് ദിസ് വെൻ ഡയഗ്രാംസ്? വെൻ ഡയഗ്രാം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഒരു സിമ്പിൾ ടെക്നിക്കാണ്. വെൻ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ കരിയർ ചൂസ് ചെയ്യാം. വെൻ ഡയഗ്രാം
റൈറ്റ്? വെൻ ഡയഗ്രാം പണ്ട് സെറ്റ് തിയറിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒരു വെൻ ഡയഗ്രാം പ്ലോട്ട് ചെയ്യണം. ഓക്കെ, 3 കാര്യങ്ങൾ. 1, നിങ്ങൾ താഴെ നിങ്ങളുടെ പാഷൻ. ഓരോ ആൾക്കാർ ഇപ്പൊ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തത് ഓരോ ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ. എനിക്ക് ഇന്ന ഫീൽഡിൽ വരണം. ഇനിയിപ്പോ അങ്ങനെയൊന്നും ഇല്ല, വല്ലവരും നിർബന്ധിച്ചാണ് വന്നതെങ്കിൽ പഠിക്കുക എന്നുള്ള ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളത് ചെയ്തിട്ടില്ല എങ്കിൽ you are, after 4 years, you will go back to +2 level. Who will suffer? I will not suffer, your parents will not suffer, your friends will not suffer, you alone will suffer. Let it not happen. നമുക്ക് എന്തായാലും somehow we are here. ഇനി അങ്ങോട്ട് we aim growth only. ബാക്കി എന്തോ ആയിക്കോട്ടെ, leave that. ആരോ നിർബന്ധിച്ചു, നിർബന്ധിച്ചാലും കുഴപ്പമൊന്നുമില്ല. From here onwards I will grow. That should be in your mind. Right? അപ്പൊ ഞാൻ പറഞ്ഞു, you should have some passion. ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാക്കണം. കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ യു ഷുഡ് ഹാവ് സം പാഷൻ. നോ, ഫോർ എക്സാമ്പിൾ എനിക്ക് ആപ്പ് ഡെവലപ്മെന്റ് ആണ് ഭയങ്കര ഇഷ്ടം. ഓക്കെ, എനിക്ക് എന്താ പറയുന്നത്, മൈൻഡ് റീഡിങ് ആപ്പ് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ആയിക്കോട്ടെ, യു സിമിലർലി യു ഷുഡ് ഡെവലപ്പ് യുവർ പാഷൻ. എവിടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ഏരിയ ഒക്കെ വേണം എന്നുള്ള ഒരു പാഷൻ, കുറച്ച് ആഗ്രഹങ്ങൾ മാത്രം പോരാ. ദർ ഷുഡ് ബി സം ടാലന്റ്. ഈ ടാലന്റ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ IEEE പോലുള്ള ഓർഗനൈസേഷൻസ് ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ടാലന്റ് ബിൽഡ് ചെയ്യണം. പക്ഷേ പാഷൻ, ആഗ്രഹം മാത്രം പോരാ, കഴിവ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അല്ലേ? സോ ദർ ഷുഡ് ബി എ ടാലന്റ്, ദർ ഷുഡ് ബി സം ടാലന്റ്. സോ അവിടെയാണ് IEEE റോൾ, ടു ബിൽഡ് ടാലന്റ്, റൈറ്റ്? ടു ബിൽഡ് സം സ്കിൽസ് ഫോർ യു, ടെക്നിക്കൽ നോളജ് ഫോർ യു. അതാണ് IEEE പോലുള്ള ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്. പിന്നെ അന്നേരമുള്ള മാർക്കറ്റബിലിറ്റി, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് ഒരുപാട് ചില ഏരിയാസ് ഒക്കെ ഭയങ്കര ബൂമിങ് ഏരിയാസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൈബർ സെക്യൂരിറ്റി, മെക്കട്രോണിക്സ്, ഇങ്ങനെ കുറെ ഏരിയാസ് ഉണ്ട്, ഭയങ്കര ബൂമിങ് ആണ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. ഇത് 3 അനലൈസ് ചെയ്യണം. എനിക്ക് എന്തൊക്കെ ആഗ്രഹം, എനിക്ക് എന്തൊക്കെ കഴിവുണ്ട്. കഴിവ് ഫസ്റ്റ് ഇയേഴ്സിന് അനലൈസ് ചെയ്യാൻ പറ്റില്ല. IEEE പോലുള്ള ഓർഗനൈസേഷൻസിൽ പാർട്ടായി ആ കഴിവ് ഉണ്ടാക്കിയെടുക്കണം, റൈറ്റ്? എന്നിട്ട് നോക്കണം, എന്നിട്ട് അന്നേരമുള്ള മാർക്കറ്റ് ഡിമാൻഡ് നോക്കണം, റൈറ്റ്? എന്നിട്ട് യു ജസ്റ്റ് ഡ്രോ എ വെൻ ഡയഗ്രം. ഇതൊക്കെ വരച്ചാൽ മതി, പേപ്പറിലൊന്നും ആരും വരച്ച് നോക്കണം, റൈറ്റ്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പാഷൻ ഉണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ടാലന്റും ഉണ്ട്, പക്ഷെ മാർക്കറ്റിൽ അതിന് വലിയ സ്കോപ്പ് ഇല്ല, ജോബ് മാർക്കറ്റിൽ അതിന് സ്കോപ്പ് ഇല്ല. അപ്പൊ എന്ത് പറ്റും? ഇറ്റ്സ് ജസ്റ്റ് എ ഹോബി. അയ്യോ, എനിക്ക് റോബോട്ട് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ ആ റോബോട്ട് മാർക്കറ്റ് ഡിമാൻഡ് ഇല്ല. അപ്പൊ എന്ത് പറ്റും? ഞാൻ വെറുതെ റോബോട്ട് ഉണ്ടായി കളിക്കും, ദാറ്റ്സ് ഇറ്റ്, ജസ്റ്റ് എ ഹോബി. So passion plus talent, it's just a hobby. You will not get a job, you cannot go to a career in that. So market demand ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടാലന്റ് ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്, പക്ഷെ എന്റെ പാഷൻ ഇതില്ല, എനിക്ക് ആഗ്രഹമേ ഇല്ല, വെറുത്ത വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ജോബ്, പേരിനൊരു ജോലി വിത്തൗട്ട് സാറ്റിസ്ഫാക്ഷൻ, അതായി പോകും. സോ ടാലന്റ് ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്, രണ്ടിന്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ ഇറ്റ് ജസ്റ്റ് എ ജോബ്. പാഷനില്ല, ആഗ്രഹമില്ല, പറ്റുന്നില്ല, വെറുതെ വർക്ക് ചെയ്യുന്നത്, സാലറി മേടിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്, റൈറ്റ്? ഇനി ടാലന്റ് ഇല്ല, എനിക്ക് കഴിവില്ല, പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട്, മാർക്കറ്റിൽ ഡിമാൻഡും ഉണ്ട്. അപ്പൊ എന്ത് പറ്റും? ഐ ആം ജസ്റ്റ് എ ഫാൻ ഓഫ് ദാറ്റ്. ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കാം, ദാറ്റ്സ് ഇറ്റ്. ഐ ആം ജസ്റ്റ് എ ഫാൻ ഓഫ് ദാറ്റ്, ഐ കനോട്ട് ഡു എനിത്തിങ്, ഐ കനോട്ട് കോൺട്രിബ്യൂട്ട്, ജസ്റ്റ് എ ഫാൻ ഓഫ് ദാറ്റ്. സോ തിങ്ക് ഓഫ് എ പോയിന്റ് വേർ യു ഹാവ് പാഷൻ, വേർ യു ഹാവ് യുവർ നോളജ്, and market demand is also there. ഇത് 3 കൂടെ വന്നാലോ, that's your career. അവിടെയാണ് ശരിക്കും കരിയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ടാലന്റ് എന്നൊരു പോർഷൻ ഉണ്ടല്ലോ. പാഷൻ ഒന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മാർക്കറ്റ് ഡിമാൻഡ് അപ്പോഴുള്ളതാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ ടാലന്റ് പോർഷൻ ഉണ്ട്, സ്കിൽസ്, അത് ഇതുപോലുള്ള ഓർഗനൈസേഷൻ വഴി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. Yes, you can build through these kind of technical activities. അങ്ങനെ choose your career. പിന്നെ there is no, എന്താ പറയുക, ഒരു തിരിഞ്ഞു നോട്ടമില്ല, there is no look back, right? No. അതിന്റെ ഒരു ആവശ്യമേ ഇല്ല, right? You will be in a safer side always. Okay? So please identify the cross section point of these 3. സമയം എടുത്ത് ചെയ്താൽ മതി, 2 വർഷം കഴിഞ്ഞിട്ട് പതുക്കെ ചെയ്താൽ മതി, right? Now, how to achieve this? എങ്ങനെയൊക്കെ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു, പാഷനും മാർക്കറ്റ് ഡിമാൻഡും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ടാലന്റ്, സ്കിൽസ്, യു ഷുഡ് ഹാവ് സം സ്കിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു, KQ സിലബസിലുള്ളതല്ല, സംതിങ് ദാറ്റ് യു ലേൺ ഔട്ട്സൈഡ് യുവർ ക്ലാസ് റൂം. സ്കിൽസ്, സംതിങ് ദാറ്റ് യു ലേൺ ഔട്ട്സൈഡ് യുവർ ക്ലാസ് റൂം, അതാണ് സ്കിൽസ്, റൈറ്റ്? സ്കിൽസ്
ഇതില്ലാതെ ജോലി എന്ന് പറഞ്ഞ് ആരും കോട്ട് വിട്ട് പോണ്ട, പറ്റില്ല, കിട്ടില്ല. യു ഇറ്റ്സെൽഫ് വിൽ ഫീൽ ഒരു കോംപ്ലക്സ്. അയ്യോ, എന്നെ കൊണ്ട് ഗുണമില്ലല്ലോ, എന്നെ കൊണ്ട് ഈ ടെസ്റ്റ് ക്ലിയർ ആവാൻ പറ്റുന്നില്ലല്ലോ ഭഗവാൻ എന്ന് പറയേണ്ടി വരും. റൈറ്റ്? എന്തുകൊണ്ടാ? വൈ? ബിക്കോസ് യു ഡോണ്ട് ഹാവ് ദാറ്റ് സ്കിൽ. റൈറ്റ്? അപ്പൊ പറയും, ഓ എന്റെ ഇന്റലിജൻസ് ലെവൽ. വലിയ ഇന്റലിജൻസ് ലെവൽ ഒന്നും വേണ്ട. എ നോർമൽ പേഴ്സൺ, ബിലോ ആവറേജ് പേഴ്സൺ ക്യാൻ ഓൾസോ ബിൽഡ് സ്കിൽസ്. അപ്പൊ പിന്നെ 4 years എഞ്ചിനീയറിംഗ് അഡ്മിഷൻ മേടിച്ച് നിങ്ങളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. റൈറ്റ്? എഞ്ചിനീയറിംഗ് അഡ്മിഷൻ മേടിച്ച ആൾക്കാരെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. എനിബഡി ക്യാൻ ബിൽഡ് സ്കിൽസ് ഇൻ ടെക്നിക്കൽ ഡൊമൈൻ. എനിബഡി ക്യാൻ ബിൽഡ്. റൈറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇറ്റ്സ് യുവർ ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി. ബിക്കോസ് ഇഫ് യു ആർ ഹിയർ ഇൻ ബാട്ടൺ ഹിൽ, യു ക്യാൻ അക്വയർ എനി സ്കിൽ. ഇഫ് യു ഹാവ് ദ സ്കിൽ ടു റീച്ച് ബാട്ടൺ ഹിൽ, ഒബ്വിയസ്ലി യു ക്യാൻ ഡു ദാറ്റ്. സ്കിൽസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. 2 ടൈപ്പ് ഉണ്ട്: ടെക്നിക്കൽ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജ്, നിങ്ങളുടെ ഏരിയ ഏതാണോ അതിന്റെ ടെക്നിക്കൽ നോളജ്. സോഫ്റ്റ് സ്കിൽസ് മീൻസ് ഓരോന്നും ഞാൻ പറഞ്ഞുതരാം സോഫ്റ്റ് സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ളത്. യുവർ ലീഡർഷിപ്പ് സ്കിൽസ്, യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, യുവർ ബിസിനസ് മാനേജ്മെന്റ് സ്കിൽസ്, എവറിത്തിങ്. റൈറ്റ്? അതാണ് സോഫ്റ്റ് സ്കിൽസ് പാർട്ട്. ആൻഡ് ദ അതർ പാർട്ട് ഈസ് ടെക്നിക്കൽ സ്കിൽസ്. ഇതിലൊന്നു മാത്രം പോരാ. സോഫ്റ്റ് സ്കിൽസ് മാത്രമേ വീട്ടിൽ ഇരുന്നോന്ന് പറയും, ഓക്കെ നീ വല്ല രാഷ്ട്രീയത്തിലും പോക്കോന്ന് പറയും. ടെക്നിക്കൽ സ്കിൽ മാത്രമുണ്ട്, നിനക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കൽ സ്കിൽ മാത്രം കൊണ്ടൊരു കമ്പനി വർക്ക് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? ഒരു ഗ്രൂപ്പിനകത്ത് കയറും, അവിടെ അടിയുണ്ടാവും, അടിച്ച് പിരിയും, കമ്പനി ചവിട്ടിയെടുത്ത് വെളികളായി. ദാറ്റ്സ് ഇറ്റ്. നത്തിങ് മോർ വിൽ ഹാപ്പൻ. സോ യു ഷുഡ് ഹാവ് ലീഡർഷിപ്പ് സ്കിൽസ്. യു ഷുഡ് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. യു ഷുഡ് നോ പീപ്പിൾസ് മാനേജ്മെന്റ്. യു ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ എ ടീം. ഇതൊന്നും ഇല്ലാതെ അങ്ങോട്ട് ഓർഗനൈസേഷൻ കയറാൻ പറ്റില്ല. It's not possible. So you have to build these two. Yes, technical organization like IEEE can help you to build these two. 100% I can tell you, technical organizations like IEEE or IEEE can help you to build these two. അപ്പം in short, ഇത്രേ പറയാനുള്ളൂ. An organization like IEEE or your active involvement in an organization like IEEE will help you to become employable or become industry ready or a person, I should say, a smart engineer. Right? ഇച്ചിരി കാര്യ വിവരമുള്ള, leadership qualities ഉള്ള നല്ലൊരു engineer. Yes, this organization alone will help you. Okay? ടെക്നിക്കൽ സ്കിൽസിനകത്ത് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഏതാണോ ഏരിയ അത് അത്രയും ഞാൻ പറയുന്നുള്ളൂ. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഇറ്റ്സ് യുവർ ഏരിയ. മേ ബി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ മെഷീൻ ലേണിംഗോ, ചിലർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും, ചിലർക്ക് സൈബർ സെക്യൂരിറ്റി ആയിരിക്കും. ദാറ്റ്സ് അപ്പോൺ ടു യുവർ. ഞാൻ നേരത്തെ പറഞ്ഞ പാഷൻ. അതൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം എന്താ വെച്ചാൽ അതിന്റെ കറസ്പോണ്ടിങ് സ്കിൽസ് പഠിക്കണം. ഇത് പഠിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് IEEE തരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കോൺഫറൻസസ് ഒക്കെ ഉണ്ട്. ബിലീവ് മീ, ഐ ആം ഓൾസോ പാർട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ. നമ്മുടെ പിള്ളേരുടെ നോക്കി അറിയാം എത്ര ആൾക്കാർ കോൺഫറൻസിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. വെരി ഫ്യൂ. ഈ കോൺഫറൻസിൽ പ്രസന്റ് ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ നല്ല ഇന്റേൺഷിപ്സ് ചെയ്ത ആൾക്കാര് ഒരാളെങ്കിലും ഒരു ജോലിക്ക് കയറി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കിട്ടാതെ ഇറങ്ങി പോയിട്ടുണ്ടോ? 100% ഇല്ല. I take care of the placements of LBS. I know very well. Why? Because I used to review the resumes of lot of students. I can see the difference. Those എന്താ പറയുന്നത്, ടെക്നിക്കൽ കണ്ടന്റ് റെസ്യൂമിലുണ്ടോ അവരൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ജോലിക്ക് കയറിപ്പോ. ഇതില്ല എങ്കിലാണ് അയ്യോ എനിക്ക് വെക്കാനൊന്നുമില്ല, അപ്പൊ ഞാൻ പഴയ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ റെസ്യൂമിൽ വെക്കും. പക്ഷെ അതൊന്നും ഇന്റർവ്യൂവിന് ക്ലിയർ ആവണോ ടെക്നിക്കൽ സ്റ്റാഫ് വേണം, വേറൊന്നും അതിനകത്ത് പറയാനില്ല. സോ അത് യു ഹാവ് ടു ഐഡന്റിഫൈ യുവർ ഫീൽഡ്സ് ആൻഡ് യൂസ് ദി ഓപ്പർച്യൂണിറ്റീസ് ഗിവൻ ബൈ IEEE ടു ലേൺ ദോസ്. നമ്മൾ ഇന്ന് കേരള സെക്ഷനിൽ 2200 കൂടുതൽ ഇവന്റ്സ് ആണ് ജനുവരി 2020 തൊട്ട് ഇന്ന് ടിൽ ഡേറ്റ് 2200+. See, you just think, നിങ്ങൾക്ക് എത്രത്തോളം ഇനി ഇവന്റ് ഓർഗനൈസ് ചെയ്ത ഏരിയാസ് ഇല്ല. So you are getting exposed to these kind of things. അയ്യോ എനിക്കിതൊന്നും വയ്യേ, എനിക്ക് നല്ല മഴയാ, ഇവിടെ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിരുന്നാൽ you will sit there, no? അവിടെ ഇരിക്കത്തേ ഉള്ളൂ.
അവിടെ ഇരിക്കത്തേ ഉള്ളൂ. റൈറ്റ്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ദിസ് ഷുഡ് ബി യുവർ ഗ്രോത്ത് ഷുഡ് ബി ലൈക്ക് നമ്മൾ ഒരു മുട്ടയുടെ കഥ പറയുന്നതാണ്. സംതിങ് ഷുഡ് ബി ലൈക്ക് എൻ എഗ്. ഞാൻ എഗ് പുറത്തുനിന്ന് പൊട്ടിച്ച വാട്ട് വിൽ ഹാപ്പൻ? ഒരു ജീവൻ അവിടെ കഴിയും. അപ്പൊ ഞാൻ നിങ്ങളുടെ നിന്ന് പഠിക്കുക പരീക്ഷ ചെയ്ത് അത് ചെയ്യ് ഇത് ചെയ്യ് സർട്ടിഫിക്കേഷൻ ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എത്രത്തോളം പുഷ് ചെയ്തിട്ടും നോ യൂസ്. ഇഫ് ഐ യൂസ് ടു ബ്രേക്ക് ആൻ എഗ് ഫ്രം ഔട്ട്സൈഡ്, ലൈഫ് അവിടെ തീർന്നു. ബട്ട് ഇൻസ്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻസൈഡ്, അതൊരു ന്യൂ ലൈഫാണ്. സോ ദാറ്റ് ഇനിഷ്യേറ്റീവ് ഷുഡ് കം ഫ്രം യു. That initiative should come from you. If it is not coming from you, ഞാൻ മാത്രം പറയുന്ന കേട്ടോണ്ടാണെങ്കിൽ nothing will happen. It should come. ആണ് ഞാൻ നേരെ പറയുന്നത് attitude. That should come from inside. If it is coming from inside, it is a new life. Right? മുട്ടയുടെ കഥ പറഞ്ഞ. So just like that, IEEE gives, there are a lot of certification or e-learning materials available in IEEE. Enroll for that. Be part of that. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോജക്ട്സ് ഒരുപാട് വിളിക്കും. അപ്ലൈ ഫോർ ദാറ്റ്. ഇത് ഒരു തലേ ദിവസം പ്രിപ്പയർ ചെയ്താൽ കിട്ടില്ല. സോ ഇറ്റ് ഷുഡ് ബി ലോങ് ടേം. നേരത്തെ പറയാം, ഡെഡ് ലൈൻ നോക്കി അപ്ലൈ ഫോർ ദാറ്റ്. യു വിൽ ലേൺ എ ലോട്ട് ഫ്രം ദിസ്. യു വിൽ ഇംപ്രൂവ്. റൈറ്റ്. ഇതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. വർക്ക്ഷോപ്സ്, കണ്ടമാനം വർക്ക്ഷോപ്സ്, വെബിനാറിന്റെ കാലമാണ്. റൈറ്റ്. വെബിനാറേ ഉള്ളൂ. Then symposiums, conferences, lot of things are happening. ചുമ്മാ അറ്റൻഡ് ചെയ്യണം, പഠിക്കണം, എന്തെങ്കിലും കേട്ടിരുന്നു മതി. അതിനകത്ത് നമ്പർ 1 ആവണമെന്നോ അതൊന്നും നമ്മൾ പറയുന്നില്ല. ഒരു ടോപ്പ് 25% വന്നാൽ മതി. പക്ഷെ എന്നിരുന്നാലും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കൂ. ഒരു പ്രോജക്റ്റ് ചെയ്യൂ, അത് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന, അപ്പം ഞാൻ പറഞ്ഞല്ലോ 2200+ ഇവന്റ്സ് ആണ് കേരള സെക്ഷനിൽ മാത്രം ഓർഗനൈസ് ചെയ്തതാണ്. ഇതുപോലെ ബാക്കി സെക്ഷൻസിൽ എത്ര ഇവന്റ്സ് ആണ് യു ആർ ഗെറ്റിംഗ് റീച്ച് ടു അത്രയും നമ്പർ ഓഫ് ഇവന്റ്സ്. റൈറ്റ്. അപ്പൊ ഇത് ദാറ്റ് ഇനിഷ്യേറ്റീവ്, ഇത് എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്ന ഇനിഷ്യേറ്റീവ് ഷുഡ് കം ഫ്രം ഇൻസൈഡ്. അല്ലാതെ ഞാൻ 10 പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ there is no use. So that initiative, എപ്പോഴും മുട്ടയുടെ കഥ ഓർക്കണം കേട്ടോ. That initiative should come from inside. That's a new life. Right? എനിക്ക് പഠിക്കണം, ഇതൊക്കെ താല്പര്യമുണ്ട്. ഞാൻ ഒന്ന് വെറുതെ കേട്ട് നോക്കും. ആ കേട്ടറോ മതി നാളെ ഇന്റർവ്യൂവിന് പോയി അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഐ ഹാവ് വൺസ് അറ്റൻഡഡ് ഇങ്ങനെ ഒരു ഇവന്റ്, വേറെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ട് നോക്കുമ്പോൾ ഇന്റർവ്യൂ വിൽ തിങ്ക് ആടാ കൊള്ളാലോ സംഭവം, ഇവൻ ഇതിനെ കുറിച്ചൊക്കെ ഒരു അറിവുള്ള ആളാണല്ലോ, ദിസ് പേഴ്സൺ ഈസ് വെരി വെൽ അവെയർ ഓഫ് ദി ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആൻഡ് ഓൾ എന്ന് തോന്നും. Very few students will do this. Believe me, since I take care of these placements and all, believe me, ഞാനിത് ഒരുപാട് കാണുന്നുണ്ട്. നമ്മൾ IEEE എന്നൊരു ജോബ് ഫെയർ നടത്തുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന റെസ്യൂമീസ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. Very few students will do this. എല്ലാവരും ഒന്നും ചെയ്യില്ല. Very few. And if you are one among that few, you are in. വളരെ simple ആയിട്ട് you are in. That's it. Okay? Now, in addition to this, അപ്പം അതെല്ലാം IEEE ഓപ്പർച്യൂണിറ്റി വെച്ച് നിങ്ങൾ കിട്ടണം, പഠിക്കണം, എക്സ്പ്ലോർ ചെയ്യണം. Then in addition to this, this is a volunteer driven organization. ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്യുന്നതാണ്. എന്നോട് ആരും പറഞ്ഞില്ല IEEE നിർബന്ധമായിട്ട് പോകണമെന്ന്. This is ഞാൻ വോളണ്ടറി മീൻസ് ഐ ആം യെസ് ടു ലൈഫ്. ഞാൻ യെസ് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വരുന്നതാണ്, എന്റെ ഇഷ്ടമാണ്. ഓക്കെ. സോ ഇങ്ങനെ വോളണ്ടിയർ ഫോർ ആക്ടിവിറ്റീസ്. അപ്പം അറ്റൻഡ് ചെയ്യൽ മാത്രമല്ല, ട്രൈ ടു ഓർഗനൈസ് ആക്ടിവിറ്റീസ്, ട്രൈ ടു ഇൻവോൾവ് ഇൻ ദീസ് കൈൻഡ് ഓഫ് ടീം വർക്ക്സ്. അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഇംപ്രൂവ് ആവും. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരും, നല്ല ഇമെയിൽ റൈറ്റിംഗ് സ്കിൽസ് വരും. റൈറ്റ്. നല്ല എന്താ പറയുന്നത് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വരും. നല്ലൊരു ടീം പ്ലെയർ ആണ്. നല്ല ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ come to the organizing part as well, not just participation part. Come to the organizing part as well. That will give you a lot of soft skills, right? For organizing technical activities, right? അല്ലാതെ ഗാനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതല്ല, ഓർഗനൈസ് കൈൻഡ് ഓഫ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഇതൊക്കെ തന്നെയാണ് നാളെ ഒരു കമ്പനി കയറിയാലും വേണ്ടത്. നിങ്ങളൊരു പ്രോജക്റ്റിലായിരിക്കും, ഒരു ടീമിലായിരിക്കും, ഒരു ടീം ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ ലീഡറായിട്ട് വരണമെങ്കിൽ യു ഷുഡ് ഹാവ്, ഇഫ് യു ഹാവ് എക്സ്പീരിയൻസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഇൻ ബിടെക് ലൈഫ്, യു വിൽ ബി നമ്പർ 1 there. Definitely നിങ്ങൾ അറിയാതെ യു വിൽ ബി നമ്പർ 1. റൈറ്റ്.
These are some of the soft skills that require. One, communication skills, very very important. ഇത്രയും ആലോചിച്ചാൽ മതി. Can you പലർക്കും എന്നെ കൊണ്ട് പറ്റത്തില്ല, അതൊക്കെ things will change. You have to change. You cannot find a leader without communication skills. Communication skills ഇല്ലാത്ത ഒരു ലീഡറിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എവിടെയെങ്കിലും? Not possible. It's not possible. If you don't have communication skills, you are not a leader. You cannot find that person in the leadership role, right? So, communication skills very very important. Then teamwork and leadership. ഇതൊക്കെ എങ്ങനെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്തുണ്ടാക്കണം, right? ഇതിന്റെ പാർട്ടായിട്ട് കോർഡിനേറ്റ് ചെയ്തുണ്ടാക്കണം. Teamwork and leadership skills. Then adaptability. ഇതൊരു വോളണ്ടിയർ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, we are giving back to the society and we will adjust. അല്ല, it's not for അയ്യോ എനിക്ക് മാത്രം വളരണം ബാക്കി ആരും നന്നാവണ്ട. Not like that. Right? If there are problems, find solution and be flexible. Adapt. Right? ഇതെല്ലാം നിങ്ങൾ അറിയാതെ നിങ്ങൾ പഠിക്കും. Problem solving. Lot of issues will arise. Right? You will learn problem solving while organizing these kind of activities. Critical thinking. How to do this? How to solve things? Critical thinking. ഇതൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ്. ഇതെല്ലാം നിങ്ങൾ വോളണ്ടിയർ ചെയ്ത് ഇതിനകത്ത് വോളണ്ടിയർ ചെയ്ത് ഓർഗനൈസ് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ പഠിക്കും. ഓക്കെ, നൗ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്താ ഉദ്ദേശിക്കുന്നത്? ടെക്നിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും കൂടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് വി വാണ്ട് ഈസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, സോ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് ഞാൻ വിളിക്കില്ല. ഐ കോൾ ഇറ്റ് ആസ് എ പ്രൊഫഷണൽ ലേണിംഗ്. Learn, always learn new and new things. Always learn new and new things. Okay, so എന്താ ചെയ്യുന്നത് വെച്ചാൽ enroll in certifications or kind of educational programs. IEEE ഒരുപാട് എണ്ണം തരുന്നുണ്ട്. ഇതൊക്കെ വെറുതെ എല്ലാം ആദ്യത്തേത് ചോദിക്കാൻ നിൽക്കണ്ട. IEEE.org എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അവനവൻ കയറി നോക്കിയാൽ മതി. റൈറ്റ്? വാട്സാപ്പിൽ കയറി നോക്കുന്ന സമയത്തിന്റെ ഒരു പാർട്ട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. Right? So IEEE.org എന്ന വെബ്സൈറ്റിൽ കയറി കടൽ പോലെ, അത് ഞാൻ പറയാം, 10 ദിവസം നോക്കിയാലും തീരില്ല, അത്രയും ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക. Then you will see scholarships, you will see funded projects, etc. etc. There are a lot of certification programs and all. ചിലതൊക്കെ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലതൊക്കെ ഫ്രീ ആണ്, ചിലതൊക്കെ അല്ല. ഒരുപാട് എന്താ പറയുക എക്സ്പേർട്ട് ടോക്സ് കാണും പല ഏരിയാസിൽ. വെറുതെ കേൾക്കണം. ഇതൊന്നും കേൾക്കാതെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? Then participation in professional organizations, attend local, region, national and international meetings, conferences, workshops, right? Present papers at conferences, workshops. You serve as office bearers, right? Coordinate events coordinate you. വെറുതെ അറ്റൻഡ് ചെയ്ത് മാത്രം ഇരിക്കാതെ. So these are all activities. ഇതൊക്കെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? These are all activities that help you for your professional growth and development. Right? Enroll in short-term training programs. So believe me, ഞാൻ പ്ലേസ്മെന്റിന് മുന്നേ കഴിഞ്ഞ വർഷം ഒരു 100-300 റെസ്യൂമി കറക്റ്റ് ചെയ്തു. I got surprised. ഈ ഒരു പാൻഡമിക് സമയത്ത്, കൊറോണ ടൈം ആയതുകൊണ്ട്, സ്റ്റുഡൻസ് ആർ ഡൂയിങ് ലോട്ട് ഓഫ് സർട്ടിഫിക്കേഷൻസ്. റൈറ്റ്? ഓൺലൈൻ കോഴ്സസ് എൻറോൾ ചെയ്യുന്നു, ഒരുപാട് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. റൈറ്റ്? ആൻഡ് എവറി ഇയർ ഐ വിൽ ഗെറ്റ് റിക്വസ്റ്റ് ഫ്രം ഓൾമോസ്റ്റ് ഓൾ കമ്പനീസ്. ക്ലൗഡിൽ സർട്ടിഫൈഡ് ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഒറാക്കിൾ സർട്ടിഫൈഡ് ആൾക്കാരുണ്ടോ, ഇങ്ങനെ ചോദിക്കും. നമുക്ക് കൊടുക്കാൻ പിള്ളേരില്ല, പക്ഷെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒരുപാട് പിള്ളേരെ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കേറ്റ് ചെയ്യണം ത്രൂ IEEE ആൻഡ് ഓൾ. അതുപോലെ വർക്ക്ഷോപ്സ്, ഓരോ ഡൊമൈനിലുള്ള വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പിന്നീട് വരും. റൈറ്റ്? ആൻഡ് ടേക്ക് ദ ലീഡ്, ടേക്ക് ദ ഇനിഷ്യേറ്റീവ്. Right? Take the initiative, take the lead, get involved in these kind of activities. Right? ഇതൊക്കെ എങ്ങനെ പറ്റും? One stop solution from my side. ശരിക്കും IEEE നല്ലപോലെ ഇൻവോൾവ് ചെയ്തോ, ഈ പറഞ്ഞതെല്ലാം ഈസ് there. ഓക്കെ, ഇനി ചുരുക്കി ഞാൻ പറഞ്ഞുതരാം, ഒരുപാട് സമയം ഞാൻ എടുക്കില്ല. ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. How does being an IEEE volunteer help an engineering student? ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനെ എങ്ങനെ, എൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 6-7 പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തു. ദിസ് ഈസ് മൈ വ്യൂ പോയിന്റ്. സോ ഹൗ ഡസ് ബീങ് an IEEE volunteer ഹെൽപ്പ് an engineering student? ഒന്ന്, ഇത്രയും നേരം പറഞ്ഞു വന്ന സംഭവം തന്നെയാണ് ആ ടാലന്റ് പാർട്ട്, സ്കിൽ പാർട്ട്. IEEE helps you to build and sustain a successful career
as a good quality professional. Lot of, through professional network, lot of, it's something you build through these vast number of technical activities. Build skills outside your classroom and grow. Aim for your career. First thing. Second one. Already consolidating technical skills. IEEE technical societies ഉണ്ട്. Technical societies ഒരുപാട് technical activities ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ engage ചെയ്യണം. Workshops, conferences ഒക്കെ attend ചെയ്യണം, participate ചെയ്യണം. There are technical standard working groups. എല്ലാവരും ഒന്നിനകത്ത് പോലും 1-2 ആൾക്കാരെ പോലും. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈഫൈ സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ ഉണ്ട്. അതിനകത്തൊക്കെ ചുമ്മാ കേട്ടിരുന്നാലും മതിയേ. 1-2 ആരെങ്കിലും പറയുന്ന പോയിന്റ് കേട്ടാലും മതി. ഇതിനു വേണ്ടി നമുക്ക് there is something called IEEE Collaboratec എന്നൊരു സാധനമുണ്ട്. Collaboratec എവിടെയെങ്കിലും നോട്ട് ചെയ്ത് പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മളെ ഫേസ്ബുക്ക് പോലത്തെ ഒരു സാധനമാണ്, ലിങ്ക്ഡിൻ പോലത്തെ ഒരു സാധനമാണ്. പ്രൊഫഷണൽ ആയിട്ട് IEEE-കാർക്ക് മാത്രമുള്ള സാധനം Collaboratec വഴി നിങ്ങൾക്ക് നല്ല believe me, I know personally 10+ student volunteers from Kerala section who got connected to നല്ല professors in the outside നല്ല യൂണിവേഴ്സിറ്റിയിൽ through this Collaboratec. നിങ്ങൾ പഠിക്കുന്ന പല ബുക്കുകൾ എഴുതിയ ആൾക്കാരെ എടുത്തുന്ന പ്രൊഫൈൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാം, നല്ല IEEE മെമ്പേഴ്സ് ആയിരിക്കും, ഫെലോസ് ആയിരിക്കും, ഇന്റർനാഷണൽ ഓതേഴ്സ്, ഈവൻ കേരളത്തിലും. അപ്പൊ ഇവരെയൊക്കെ Collaboratec വഴി കണക്ട് ചെയ്ത് റിസർച്ചിന് വേണ്ടിയും MSന് വേണ്ടിയും പുറത്തെ യൂണിവേഴ്സിറ്റി പോയ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ IEEE യങ് പ്രൊഫഷണൽസ് കേരളത്തിൽ. ഒരുപാട് ആളുകൾ 10+ ആൾക്കാരെ ഐ നോ പേഴ്സണലി. അപ്പൊ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് നല്ലപോലെ യൂസ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് അത് നമുക്ക് തന്നെ യൂസ് ആയി കൊണ്ടുവരാൻ പറ്റും. The third one, n number of opportunities. ഒരുപാട് ഫണ്ടഡ് പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരെണ്ണം കിട്ടിയാൽ മതി. ഈ ഫണ്ടഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാലോ, ഫണ്ട് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് $2,000, $3,000, $4,000, $5,000. ഈ കോവിഡ് ടൈമിൽ നമ്മൾ എത്രയോ സ്റ്റുഡന്റ് ബ്രാഞ്ചസിനാണ് കിട്ടിയത്. There are a lot of competitions like website competitions, then simple video making competitions, paper presentations, lot of scholarships. REM Computer Society ആൾക്കാർക്കുള്ളതാണ് റിച്ചാർഡ് ഇ മെർവിൻ സ്കോളർഷിപ്പ്. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ you will get back money. Lot of e-learning modules on career development, lot of educational materials to sharpen your knowledge. ഇതൊക്കെ ഉണ്ട്. Visit www.ieee.org. സമയം കിട്ടുമ്പോഴൊക്കെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ലിങ്കിലൊക്കെ കയറി നോക്കുമ്പോൾ you will get little bit more idea. Then കുറെ സ്കോളർഷിപ്സും പ്രോജക്ട് പ്രപ്പോസൽസും ഒക്കെ ഉണ്ട്. ഒരു കാര്യം കൂടെ മുന്നോട്ട് പോകുന്നതിനോട് പറഞ്ഞോട്ടെ, ഈ IEEE മെമ്പർഷിപ്പ് എടുത്ത് പല ആൾക്കാരും പറയുന്നതാണ്, മെമ്പർഷിപ്പ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും. There is no use. അതുകൊണ്ടൊരു ഗുണമില്ല. This is something like a job interview. This is just like a job interview. ഒരു ജോലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ ഏതെങ്കിലും കമ്പനി വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ജോലി തരുമോ? Nobody will give you. Nobody will give you offer letter directly coming to your home. കൊള്ളാം മിസ്റ്റർ രാഹുൽ നിങ്ങൾ സെലക്ട് ആണെന്ന് പറഞ്ഞാൽ ആരും എടുക്കില്ല. Nobody will select you. What you have to do? You have to prepare. You have to attend an interview. You have to go. You have to apply. You have to prepare. You have to attend an interview. അതുപോലെ തന്നെ just like that IEEEയുടെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മുട്ടയുടെ അകത്തുനിന്ന് വരണം, പുറത്തുനിന്ന് മാത്രം പോരാ. That initiative you should explore, find, stick on to deadlines. ഒരുപാടുണ്ട്, കണ്ടുപിടിക്കണം. എല്ലാം ഒന്നും വന്ന് എല്ലാവരും പറഞ്ഞു തരില്ല. ചിലപ്പോൾ IEEE.org കയറി നോക്കിയാൽ തന്നെ അത്യാവശ്യം കിട്ടും. എക്സ്പ്ലോർ, അപ്ലൈ ഫോർ ദാറ്റ്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് we people are there. We എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ കുറെ കേരള സെക്ഷനിലും across the globe ആയിട്ട് പ്രൊഫഷണൽ മെമ്പേഴ്സ് are there. We will be ready to help you. അപ്പോ it's just like applying for a job, preparing for a job, going for a job interview. Just like that, membership alone will never help you. Membership plus explore and achieve those. എന്നാലേ ഇതിന്റെ യൂസ്ഫുൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ no use. വെറുതെ കാശ് കളഞ്ഞിരിക്കുക എന്നുള്ളതല്ല, there is no use. പക്ഷെ എന്നും അങ്ങനെ ഇരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. So these are some of the awards or funds. Student branch website contest, Richard E. Mervin scholarship,
then kind of, some computer society, land staff holder, some student award, then Epsilon, Pi Epsilon, honor society, then a lot of things. Deadline ഭയങ്കര important. ഒരു minute late I IEEE will not accept that. Right? So PA scholarships, then a lot of other കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടോ സ്റ്റുഡന്റ് ബ്രാഞ്ചിനോ അപ്ലൈ ചെയ്യാം, എങ്ങനെ വേണോ അപ്ലൈ ചെയ്യാം. MTTS ഉള്ളതുകൊണ്ട് തന്നെ there are some undergraduate or pre-graduate scholarship ഉണ്ട്. $1,500 വരെ കിട്ടും. ഒക്ടോബറിലൊക്കെയാണ് അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള സമയം. ദെൻ ഹ്യൂമാനിറ്ററി ആക്ടിവിറ്റീസ് കമ്മിറ്റീസ് ആണ്. അവര് ഹ്യൂമാനിറ്ററി ആക്ടിവിറ്റീസിന് വേണ്ടി വർഷത്തിൽ 2 തവണ വിളിക്കും. HAC പ്രോജക്ട്, ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റി കമ്മിറ്റി പ്രോജക്ട്. അതായത് ഇതുപോലെ ഹ്യൂമാനിറ്റേറിയൻ പ്രോജക്ട്സ് ആണെങ്കിൽ മാത്രം യു ക്യാൻ, ഇപ്പോൾ ഒരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ സബ്മിറ്റ്, ക്വാളിറ്റി ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫണ്ടിങ് ഓഫ് ദ ഓർഡർ ഓഫ് $. എത്ര $? 2,000, 3,000, 4,000, 5,000. ബിലീവ് മീ, $15,000 കിട്ടിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട് കൊച്ചിയിൽ ക്വിസാറ്റില്. 25 lakhs, റൈറ്റ്? ജീവിതകാലം മൊത്തം മെമ്പർഷിപ്പ് എടുക്കുക, അത്രയും വേണ്ട. സോ ഒറ്റ പ്രോജക്റ്റ് മതി, ഞാൻ പറഞ്ഞത് ഒറ്റ പ്രോജക്റ്റ് മതി, തിങ്സ് വിൽ ചേഞ്ച്. ഓക്കെ, സോ ലോട്ട് ഓഫ് തിങ്സ് ആർ ദർ നൗ. അപ്പൊ അത് ടെക്നിക്കലി. നൗ ഇൻ അഡീഷൻ ടു ദാറ്റ്, ഐ എം ഗെറ്റിംഗ് ലേറ്റ്, ഐ വിൽ, ഞാൻ പെട്ടെന്ന് നിർത്താം. സോ ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ്, ബി എ ലീഡർ, ഡോണ്ട് ബി എ ബോസ്. ഡയലോഗ് അടിച്ചാൽ മാത്രം പോരാ, യു ഹാവ് ടു വർക്ക് വിത്തിൻ എ ടീം ആൻഡ് ബി എ ലീഡർ, ലീഡ് ദ ടീം റാദർ ദാൻ എ ബോസ്. അപ്പം എന്ത് ചെയ്യണം? get involved in kind of volunteering activities. നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്ന പോലെ നിങ്ങളും യു ഷുഡ് സ്റ്റാർട്ട് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ്. നിങ്ങൾ അറിയാതെ യു വിൽ ബിക്കം വണ്ടർഫുൾ ലീഡേഴ്സ്. ആൻഡ് ഐ ഷുഡ് സേ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഇതെല്ലാം technical things will be always, or IEEE experience will be always value added achievements to your resume, your professional portfolio, or I should say the resume. Right? നിങ്ങൾ ബയോഡേറ്റ എന്ന് കേട്ടിട്ടുണ്ടാവും, ഇച്ചിരി കൂടെ കഴിയുമ്പോൾ റെസ്യൂമേ എന്ന് കേൾക്കും, CV എന്ന് കേൾക്കും, പല പേര് കേൾക്കും. അതൊക്കെ എന്താണെന്നുള്ള നിങ്ങൾ പിന്നെ പഠിക്കും. എന്നിരുന്നാലും ദിസ് ഈസ് സംതിങ് യു ക്യാരി ഡ്യൂറിങ് ജോബ് ഇന്റർവ്യൂസ്. ഇതും കൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. അതിനകത്ത് ഞാൻ പണ്ട് ലളിതഗാനത്തിൽ ഫസ്റ്റ് മേടിച്ചു എന്നല്ല എഴുതാനുള്ളത്. You should have technical achievements or professional achievements listed in your resume rather than any other things. അല്ലെങ്കിൽ ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു, ഓക്കെ, അതൊക്കെ ഓക്കെ, സ്ഥലം ഒരുപാടുണ്ടെങ്കിൽ വെക്കാം, അത്രേ ഉള്ളൂ. ബട്ട് അതർവൈസ് ഒരു 2-page റെസ്യൂമില് ആഡ് മാക്സിമം ടെക്നിക്കൽ കണ്ടന്റ്സ്. ആ കണ്ടന്റ് നേടാനുള്ളതെല്ലാം IEEE നിങ്ങൾക്ക് തരും. ഓക്കെ, സോ ഓൾ ദി ആക്ടിവിറ്റീസ്, IEEE ആക്ടിവിറ്റീസ് വിൽ ബി വാല്യൂ ആഡഡ് തിങ്സ് ടു യുവർ റെസ്യൂമെ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കമ്പനി തുടങ്ങണോ, സ്റ്റിൽ വി ഹാവ് സംതിങ് കോൾഡ് IEEE Pi, വെയർ നിങ്ങളുടെ കോളേജ് IDC പോലെ വി ഓൾസോ ഹാവ് എ പ്ലാറ്റ്ഫോം ഫോർ ഐഡിയ പിച്ചിങ്, വാലിഡേഷൻ, മെന്റർഷിപ്പ്. ഇതിനൊക്കെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് IEEE വിൽ ഓൾസോ ഹെൽപ്പ് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അപ്പൊ എന്റെ ഒരു വ്യൂ പോയിന്റ് ഇതൊക്കെയാണ് ശരിക്കും IEEE ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. പിന്നെ IEEE കുറേ മാഗസിൻസ് ഉണ്ട്. ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയാം. നമ്മൾ ഐപോഡ് കേട്ടിട്ടുണ്ടല്ലേ, ഐപോഡ്, ആപ്പിളിന്റെ ഐപോഡ്. എന്റെ ഓർമ്മ ശരിയാണ് 2001 ഈ ഐപോഡ് വരുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് ആയിട്ട് 96 IEEE സ്പെക്ട്രം മാഗസിനിൽ, സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഓരോ മാസവും ഇത് വീട്ടിൽ വരും, അല്ലെങ്കിൽ മെയിലിൽ വരും സ്പെക്ട്രം മാഗസിൻ. നമ്മൾ ചിലപ്പോൾ വായിക്കും, ചിലപ്പോൾ വായിക്കില്ല. പക്ഷെ റിമെമ്പർ 2001 ഇറങ്ങിയ ഐപോഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇറ്റ് വാസ് ദെയർ ഇൻ 96 സ്പെക്ട്രം മാഗസിൻ. അതായത് 5 years. അപ്പൊ നിങ്ങൾ ഇന്ന് വായിക്കുന്ന സാധനം, ഇന്ന് വായിക്കുന്ന ടെക്നിക്കൽ ആർട്ടിക്കിൾ പ്രോബബ്ലി ആഫ്റ്റർ 5 years യു ക്യാൻ സീ ഇൻ മാർക്കറ്റ് ആസ് എ പ്രോഡക്റ്റ്. നമ്മൾ എപ്പോഴും പിള്ളേർക്ക് പറയും, ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ എന്താണ് ട്രെൻഡിങ് ടോപ്പിക്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ 2020 വായിച്ചിട്ടേ പോവുള്ളൂ. ഇല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയാം, ഇവൻ ഏതാ ജാമ്പാവാന ആളിന് വന്ന, ഇവനൊരു വിവരം ഇല്ലാന്ന് ഇന്റർവ്യൂ പറയും. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, വായിക്കാൻ പറയും പിള്ളേരോട്. ട്രെൻഡിങ് ടോപ്പിക്സ്, ഇപ്പൊ ലേറ്റസ്റ്റ് റിസർച്ച് ചെയ്തിലേക്കാണ്, വായിച്ചിട്ട് പോകും. അപ്പൊ ഇന്റർവ്യൂർ വിൽ ഓൾസോ ഗെറ്റ് സം ഐഡിയ ദാറ്റ് കൊള്ളാലോ, ഇവന് അത്യാവശ്യം വിവരം ഉണ്ടല്ലോ എന്ന്. അപ്പം യു ക്യാൻ റീഡ് ദീസ് പൊട്ടൻഷ്യൽസ് മാഗസിൻസ്. ദെൻ IEEE.tv എന്നൊരു ചാനൽ തന്നെയുണ്ട്. ഒരുപാട് നല്ല ബിഗ് ഡേറ്റ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ടോപ്പ് സെഷൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. താല്പര്യമുള്ള സമയത്തൊക്കെ കേൾക്കാം, എപ്പോഴും കേൾക്കണമെന്നില്ല, താല്പര്യമുള്ളപ്പോൾ കേട്ടാൽ മതി. വെക്കേഷനൊക്കെ ഒരുപാടുള്ളതല്ലേ, നമ്മൾ ചുമ്മാ ഈ സമയത്തിരുന്ന് വല്ലപ്പോഴും കേൾക്കണം, റൈറ്റ്? സോ ഇതൊക്കെ IEEE മെമ്പർഷിപ്പ് ബെനിഫിറ്റ്സ് ആണ്. പിന്നെ നമ്മൾ തന്നെ IEEE കേരള സെക്ഷനിൽ ജോബ് ഫെയർ നടത്താറുണ്ട്.
ദെൻ മെന്ററിംഗ് പ്രോഗ്രാം. ഇപ്പോൾ ഓരോന്നാണ് നമ്മുടെ മെന്ററിംഗ് പ്രോഗ്രാം നടത്തുന്നത്. ഒരു ടോപ്പിക് ഇപ്പൊ വെബ് ഡെവലപ്മെന്റ് ആണെങ്കിൽ നമ്മളൊരു 3 മാസം കൊണ്ട് പഠിപ്പിച്ചു, റൈറ്റ്? ഇങ്ങനെ ഒരു ഓൺലൈൻ മെന്റർഷിപ്പ് പ്രോഗ്രാംസ്. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് കൺസൾട്ടൻസ്. ഇപ്പം അങ്ങനെ ഫ്രീലാൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ദർ ഇസ് എ കൺസൾട്ടന്റ് ഡേറ്റാബേസ് അവൈലബിൾ ഇൻ IEEE. ഇതൊക്കെ ഞാൻ പറഞ്ഞേ, ഇതൊന്നും ആരും കൊണ്ട് നാളെ അവിടെ S2 EC അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിക്ക് ഞാനിത് കൊണ്ടുതരില്ല, ബിക്കോസ് ഐ ഡോണ്ട് നോ. യു ഹാവ് ടു എക്സ്പ്ലോർ. ഇഫ് യു ആസ്ക് ദെൻ വി വിൽ സപ്പോർട്ട്, വി വിൽ ഹെൽപ്പ്, റൈറ്റ്? അപ്പം ഇങ്ങനെ കുറെ സാധനങ്ങൾ ആർ മെമ്പർഷിപ്പ്. ഈ ലൈബ്രറി, കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. സ്റ്റാർ ഇട്ടേക്കുന്നത് എന്താ വെച്ചാൽ ഓൾ ഓഫ് ദം ആർ നോട്ട് ഫ്രീ. ചിലതൊക്കെ പെയ്ഡ് ആണ്, ഓപ്പൺ ആയിട്ട് ഇപ്പോഴേ പറയാം. ചിലതൊക്കെ പെയ്ഡ് ആണ്, ചിലതൊക്കെ ഫ്രീ ആണ്. കാശുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്ത് അറ്റൻഡ് ചെയ്യാം. നല്ല എന്താ പറയുന്നത്, ഓൺലൈൻ കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൈറ്റ്? ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ കൊളാബറാടെക്, കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് കൊളാബറാടെക്. ഓക്കെ. പിന്നെ നല്ലൊരു ജിമെയിൽ IEEE എന്താ പറയുന്ന ഒരു G Suite അക്കൗണ്ട് കിട്ടും, മെയിൽ ID 30 GB ഉള്ളൊരു. ഇതൊരെണ്ണം നിങ്ങൾ ഓർഗനൈസേഷൻ മേടിക്കാൻ പോയാലും ഒരു വർഷം 1500 രൂപയാവും മിനിമം, 1 year, റൈറ്റ്? സോ ബേസിക് പാക്കേജ് ആണെങ്കിൽ കൂടി. പക്ഷേ ഇപ്പം ഇത് IEEE ഫ്രീ ആയിട്ട് തരും. ആൻഡ് യുനോ ഞാൻ പലപ്പോഴും യൂസ് ചെയ്യുന്നത് പേഴ്സണലി, റൈറ്റ്? ഞാൻ പലപ്പോഴും ഈ G Suite അക്കൗണ്ട് നമുക്ക് എടുക്കുമ്പോൾ പെർ മന്തിനാണ് റേറ്റ് വരുന്നത്. പെർ മന്ത് 125 ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വർഷം ഏതാണ്ട് 1500 രൂപ ബേസിക്കിന് എത്രയാണ്? അതെ, ബേസിക്കിന്. അപ്പോ അതിനേക്കാൾ ഫീച്ചേഴ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അത് 30 GB 15 GB എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. ഇത് 30 GB, അതിനേക്കാൾ ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ഏതാ നമ്മളൊരു IEEE.org. അപ്പം എനിക്ക് മൈ മെയിൽ ID nandan@IEEE.org. അപ്പൊ അങ്ങനെ ഒരു ഇമെയിൽ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഞാനിപ്പോ പലപ്പോഴും കമ്പനിയില് നമ്മളിപ്പോ പല കമ്പനികൾ അപ്രോച്ച് ചെയ്യും പ്ലേസ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി. അപ്പം ദേ വിൽ ആസ്ക് പ്രൊഫഷണൽ മെയിൽ ID വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ നമ്മൾ സ്റ്റുഡൻസിന് റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കും. പുറത്തെ യൂണിവേഴ്സിറ്റി പോകുന്ന ആൾക്കാർക്ക് വി പ്രൊവൈഡ് റെക്കമെൻഡേഷൻ ലെറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, സാധാരണ ജിമെയിൽ വെക്കുന്ന ജിമെയിൽ എനിബഡി ക്യാൻ ടേക്ക്, ബട്ട് IEEE വെക്കുമ്പോൾ തന്നെ അറിയാം ഹി ഈസ് പാർട്ട് ഓഫ് സം പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേസിൽ പ്രൊഫഷണൽ മെയിൽ IDs ആണ് കൊടുക്കാറ്. സോ എന്നെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രൊഫഷണൽ മെയിൽ IDs. സോ യു ഓൾസോ, ഫോർ യു പീപ്പിൾ ഓൾസോ, വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് എ ലോട്ട്. എ മെയിൽ ഫ്രം so&so@gmail.com a mail from so&so@IEEE.org. There is a difference in the professional world, right? Okay, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ there are some technical benefits, interpersonal skills, soft skills, plus any other എന്തിനായിക്കോട്ടെ. If you are a good content writer, come to IEEE. നല്ലപോലെ എഴുതാനുള്ള അവസരം ഇവിടെ ഉണ്ട്, content writer. If you are good at public speaking, come to IEEE. Yes, you can improve. So whatever be your skills, yes, come to IEEE. Definitely you will get space for improvement. Okay. So then there are some special groups called female candidates, female students matram they can be members. Male people can also, but paid one. And 4 വർഷം കഴിഞ്ഞാൽ you will become young professionals. We are all young professionals. Then ഞാൻ നേരത്തെ പറഞ്ഞ standards associations, ഇങ്ങനെ കുറെ special groups ഉണ്ട്. You can be part of these. These are some of the activities. സാധാരണ കാണുന്ന എക്സ്പെർട്ട് ടോക്സ്, വർക്ക്ഷോപ്സ്, ഹാക്കത്തോൺസ്, വെബ്സൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ജസ്റ്റ് കോൺട്രിബ്യൂട്ട് ഇഫ് യു ആർ ഓക്കെ. ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഓർഗനൈസ് ചെയ്യൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ദെൻ ഗീവ് സം ട്യൂട്ടോറിയൽ സെഷൻസ്. നിങ്ങൾക്കറിയാവുന്ന കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ ജൂനിയർ പിള്ളേരെ പഠിപ്പിക്കൂ. നിങ്ങളും പഠിക്കും, നിങ്ങളും ഇമ്പ്രൂവ് ആവും. പഠിപ്പിക്കുമ്പോഴാണ് ഒരാൾ ഇമ്പ്രൂവ് ആവുന്നത്. ദെൻ പ്രോജക്ട്സ്, ദെൻ കോൺഫറൻസസ്, ന്യൂസ് ലെറ്റർ. അപ്പം യു നോ ഹൗ നല്ല കണ്ടന്റ് റൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് പ്രോഗ്രാംസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഇതൊക്കെ അറ്റൻഡ് ചെയ്യൂ, ഓർഗനൈസ് ചെയ്യും. ദീസ് ആർ സം ഓഫ് ദി ആക്ടിവിറ്റീസ് ദാറ്റ് യു ക്യാൻ ഡു. സൊസൈറ്റി ഞാൻ പറയുന്നില്ല. സോ ദീസ് ആർ സം ആക്ടിവിറ്റീസ് ഫോർ ദി സൊസൈറ്റി. സ്കൂളുകളിലൊക്കെ പോയി പഠിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് പല ട്രൈബൽ വില്ലേജിൽ പോയി സോളാർ പവർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ പിള്ളേർ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പം അങ്ങനത്തെ പ്രോജക്ട്സ് ഒക്കെ വേണമെങ്കിൽ സൈറ്റ് ഒരുപാട് ഫണ്ട് ചെയ്യും. ഫണ്ടിങ് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് എ വയബിൾ പ്രോജക്ട്, ഗുഡ് വൺ. ഓക്കെ. ദെൻ ദർ ആർ സം കോഡിംഗ് കോമ്പറ്റീഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കോമ്പറ്റീഷൻസ്. ഇതൊക്കെ ഗ്ലോബൽ IEEE കേട്ടോ. ഇത് ഇനി അല്ലാതെ കേരള സെക്ഷന്റെ വക കുറേ ഉണ്ട്. സ്റ്റുഡന്റ് ബ്രാഞ്ചുകൾ ഓരോന്ന് നടത്തും. ചുമ്മാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിനുവേണ്ടി പഠിക്കണം. റൈറ്റ്. 1 or 2 പ്രൈസ് അടിച്ചാൽ മതി. നമുക്ക്
നമുക്ക് സേഫ് സൈഡിൽ എത്താനുള്ളത് അതൊക്കെ ധാരാളം മതിയാവും. സോ get involved in these kind of things. And remember, this is a volunteer-driven organization. So let me conclude. I'm coming to the conclusion. This is a volunteer-driven organization. ആരും പിടിച്ചു വലിച്ച് നിർബന്ധം പറയുന്നില്ല. You should be an absolute yes to life. അപ്പം എനിക്ക് മാത്രം എന്ത് കിട്ടാം എന്നുള്ള കാഴ്ചപ്പാട് വിട്ടിട്ട് എനിക്ക് ഇംപ്രൂവ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഐ വിൽ ഹെൽപ്പ് അതേഴ്സ് ഓൾസോ ടു ഗ്രോ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിൽക്കണം. എന്നിട്ട് you should always maintain a very good energy level, being a volunteer, be flexible. ഇതൊക്കെ ഞാൻ സോഫ്റ്റ് സ്കിൽസിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. Be very imaginative and creative in doing things, projects and all, and to some extent be selfless. ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം എനിക്ക് വേണം എന്നുള്ളതല്ല. Be selfless. This is a volunteer driven organization, non-profitable organization. So be a very good team player. So volunteer in IEEE, be a very good team player. Then be a good leader. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നാളെ ഒരു ഓർഗനൈസേഷനിൽ കയറുമ്പോൾ എത്ര കിടിലം നോളജ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും if you don't have leadership skills, you will feel frustrated. You cannot adjust with other people. നിങ്ങൾ തന്നെ റിസൈൻ ചെയ്ത് ഇറങ്ങി പോകേണ്ടി വരും. റൈറ്റ്? യു വിൽ ഫീൽ ഫ്രസ്ട്രേറ്റഡ്. അപ്പൊ അതൊക്കെ ഇപ്പോഴേ ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ് ഡിഫറൻസ്. എനിക്ക് വന്നിട്ട് കൊള്ളാം മിസ്റ്റർ അഭിനവ് 50 ഔട്ട് ഓഫ് 50 44 മാർക്ക് കിട്ടി എന്ന് പറയും സോഫ്റ്റ് സ്കിൽ മാർക്ക് കിട്ടാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ അറിയാതെ യു വിൽ ഇംപ്രൂവ്. റൈറ്റ്? അതിന് കൈൻഡ് ഓഫ് വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ബി എ ലീഡർ. നെക്സ്റ്റ് ഇയറിൽ വരുമ്പോൾ നമ്മുടെ ലീഡർഷിപ്പ് റോൾസിലോട്ട് വരണം. നിങ്ങളുടെ ജൂനിയേഴ്സിന് വേണ്ടി ആക്ടിവിറ്റീസ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ദിയർ ബൈ യു ഹാവ് ടു ഇംപ്രൂവ്. ആൻഡ് റിമെമ്പർ, എപ്പോഴും പറയും there is no right way to do a wrong thing. ഇത് എവിടെ ഓർഗനൈസേഷനിലായാലും IEEE there is no right way to do a wrong thing. Ethics is very, very, very important in IEEE. Ethics, എല്ലാ ഇവന്റിന് മുന്നേ IEEE കോഡ് ഓഫ് എത്തിക്സ് വായിക്കും. Ethics is very, very important. And again I am reminding you, this is a volunteer driven organization for the advancement of technology for humanity. So improve yourself. Professional development through these technical activities will finally converge us to your personal development. Personal development means you will be happy always. Right? നിങ്ങൾക്ക് സ്കിൽസ് ഇല്ലെങ്കിലേ നിങ്ങൾ പേടിക്കേണ്ടതുള്ളൂ. If you are skilled, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? Always your job will be very secure. Nobody will threaten you. Nobody will come to overrule you. So what you will do is you will be always stay happy. Right? In the workspace, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നോ അവിടെ you will be very happy. Right? You will be, that ultimately converges to your personal development. All right. So I should say, use this platform, join IEEE, get involved in technical activities, improve. So please do join us. That's all from my part. It's upon to you whether to decide the door is halfway opened or halfway closed. It's your attitude. If you think it is halfway closed, you are out. If you think it is halfway opened, you are in. So please determine whether it is halfway closed or halfway opened. That's all from my side. Initiative should come from you. Okay? So get involved in the activities. Definitely you will improve. So that's all from my part. I am more than happy to take any questions if you have. Thank you for that, sir. Sir, ഞാൻ സംസാരിക്കുമ്പോൾ ഒരു എക്കോ കേൾക്കണം. സാർ ഒന്ന് മൈക്ക് ഒന്ന്. Yeah, sure. One second, please. One second. ഓക്കെ, ഇപ്പം എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. നമുക്ക് Q&A സെഷനിലേക്ക് പോവുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഗണേഷ് എന്ന് പറഞ്ഞ ഒരാള് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് യു ഹാവ് എ ക്വസ്റ്റ്യൻ യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് ഹിം ഓർ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഐ വിൽ റീഡ് ഔട്ട് ഫോർ യു.
Sir, a question vannittund from Malavika R. Sir, which is it better to focus on interdisciplinary technical skills or only developing skills in your own branch? I strongly recommend interdisciplinary. I strongly recommend. Why? Because I am doing a lot of kind of even though I am from electronics background, I cannot do electronics projects alone. I cannot do my research in electronics alone. It pattilla. Why? Because you take ഒരു automatic car എടുത്തോ, ഒരു self-driven car എടുത്തോ. Mechanically is involved. Lot of sensors are there. 19 sensors ഉണ്ട് ഒരു കാർ തന്നെ. Electronics is involved, right? Then security aspects, cyber security will come into picture, where computing and its related things are there. Machine learning, artificial intelligence, computing and things are there. അപ്പോൾ ഒരൊറ്റ പ്രോഡക്റ്റിൽ തന്നെ multiple things are there. So if it is interdisciplinary, that will give you many more opportunities. മറ്റത് ഭയങ്കര ഫോക്കസ്ഡ് ആയി പോകും, ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ലിമിറ്റഡ് ആയി പോകും. സോ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഇന്റർഡിസിപ്ലിനറി കൈൻഡ് ഓഫ് തിങ്സ്, പ്രോജക്ട്സ് ആസ് വെൽ. ഓക്കെ, വേറൊരു ശ്രീയുക്ത എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ IT സ്റ്റുഡന്റ് ആണ്. ഷീസ് ആസ്കിങ് ഇപ്പോൾ ഒരു പ്രൊജക്ടിനെ പറ്റി എങ്ങനെ നമ്മൾ ചിന്തിക്കും, ഈ സബ്ജക്റ്റിലേക്ക് അതിനേക്കുള്ള വഴി എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇഫ് യു ആർ എയിമിംഗ് ഫോർ ഡു എ പ്രോജക്ട്, എങ്ങനെ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും എന്ന് ചോദിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പലരും മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു IC എനിക്ക് ഒരു പ്രോഗ്രാം ചെയ്യാം, എനിക്ക് സം ആക്ഷൻ അതിനകത്ത് നിന്ന് ചെയ്യാം. പ്രോഗ്രാം ചെയ്ത് ഐ വിൽ ഡു സം ആക്ഷൻ. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയാനാണ്. സോ ഡ്യൂറിങ് മൈ കരിക്കുലം ഞാൻ BTech പഠിച്ചപ്പോൾ ഐ ഹാവ് നെവർ സ്റ്റഡീഡ് ദീസ് മൈക്രോ കൺട്രോളേഴ്സ്. പക്ഷെ ഞാൻ ഫാക്കൽറ്റി മെമ്പറായിട്ട് വന്നപ്പോൾ ഐ ഹാവ് ടു ടീച്ച് മൈക്രോ കൺട്രോളേഴ്സ്. I have to ask the students to do projects in microcontrollers. അപ്പം I am big zero അവിടെ. So what I did is ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തു, ഞാൻ കുറച്ച് മൈക്രോ കൺട്രോൾ ഫണ്ടമെന്റൽസ് പഠിച്ചു. എന്നിട്ട് ഒരു മൈക്രോ കൺട്രോളർ വെച്ച് വെറുതെ ഒരു LED കത്തിക്കുന്ന പ്രോജക്റ്റ് തനിയെ ചെയ്ത് നോക്കി. ഭയങ്കര പാടാണ്, ആദ്യമൊക്കെ പ്രോഗ്രാമിൽ ലോജിക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ what I did is ഓക്കെ, ഇതിന് വേണ്ടി എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ടോ എന്ന് ഞാൻ IEEE സർക്കിളിൽ സെർച്ച് ചെയ്തു. എന്നിട്ട് ഐ ഫൗണ്ട് സം വർക്ക്ഷോപ്സ് റിലവന്റ് ടു ദിസ്. വെറുതെയൊക്കെ കയറി അറ്റൻഡ് ചെയ്തു. അപ്പൊ കൊള്ളാം, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത് എന്നൊരു ഐഡിയ കിട്ടി. അപ്പം ത്രൂ അറ്റൻഡിങ് സം ഓഫ് ദി വർക്ക്ഷോപ്സ് ഐ വിൽ ഗെറ്റ് സം ഐഡിയ ഹൗ പീപ്പിൾ ആർ വർക്കിംഗ്. നൗ അതിനകത്ത് നിന്ന് കുറച്ച് കണക്ഷൻസ് കിട്ടും. ഐ വിൽ റൈറ്റ് എ ഇമെയിൽ ടു ഹിം, ഇനി ഇങ്ങനൊരു ബേർഡ് ഒന്നും ആവശ്യമുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് തരാമോ എന്ന് ചോദിച്ച് ത്രൂ ദിസ് കണക്ഷൻസ് വാട്ട് ഐ വിൽ ഡു ഈസ് ഐ വിൽ സ്ലോലി ലേൺ. പിന്നെ കുറെ യൂട്യൂബ് വീഡിയോ കാണും, കുറെ ഓൺലൈൻ കോഴ്സസ് ചെയ്യും. അങ്ങനെ ഗ്രാജുവലി വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യും, ഈ ടോപ്പിക്സ് പഠിച്ച് ഒരു കുട്ടി പ്രോജക്റ്റ് ഓൺ ഓഫ് ആൻ LED യൂസിങ് എ കൺട്രോളർ ചെയ്ത് തുടങ്ങി. അവിടെ നിന്ന് ഒരു മോട്ടോർ കറക്കുന്ന പ്രോജക്റ്റ് ചെയ്തു. അവിടെ നിന്ന് ഒരു റോബോട്ടിക് കാർ കറക്കുന്ന പ്രോജക്റ്റ് ചെയ്തു. അവിടെ നിന്ന് റോബോട്ടിക് ആം മൂവ്മെന്റ് പ്രോജക്റ്റ് ചെയ്തു. ആൻഡ് ഗ്രാജുവലി ഇംപ്രൂവ്ഡ്. ആൻഡ് ഐ ആസ്ക്ഡ് മൈ സ്റ്റുഡൻസ് ടു ഡു ദിസ്. അങ്ങനെയാണ് ശരിക്കും ഇംപ്രൂവ് ചെയ്തത്. സെയിം തിങ് യു ഹാവ് ടു ഡു. എന്താണോ നിങ്ങൾക്ക് താല്പര്യം റോബോട്ടിക്സ് പ്രോജക്റ്റ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ഈ IEEE ഇവന്റ്സ് വഴിയൊക്കെ വർക്ക്ഷോപ്സിലൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി കണക്ഷൻസ് ബിൽഡ് ചെയ്ത് കുറെ വീഡിയോസ് ഒക്കെ വെച്ച് പഠിച്ച് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിച്ച് ഇംപ്രൂവ് ചെയ്യണം. അപ്പം ഒരുപാട് ഡൗട്ട് വരും. അതിന് നമ്മുടെ IEEE നെറ്റ്വർക്ക് നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരും. കാര്യം ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ റിസോഴ്സസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഒരു സിമ്പിൾ എന്ത് കാര്യം പഠിക്കണമെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യണം. ഒരു സിമ്പിൾ പ്രോജക്റ്റ്, വെറുതെ തിയറി മാത്രം വായിച്ച് പഠിക്കരുത്. എന്ത് സംഭവം വരുന്നാലും ശരി തന്നെ ഒരു കുട്ടി പ്രോജക്റ്റ്, അത് നിങ്ങളുടെ മെയിൻ പ്രോജക്റ്റ് ഒന്നും തന്നെ വേണമെന്നില്ല, ഒരു സിമ്പിൾ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തു നോക്കണം. ഇപ്പൊ ഒരു ആപ്പാണ്, ഒരു ചെറിയ ആപ്പ് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് നോക്കാം. അത് ഒരെണ്ണം ചെയ്താൽ മതി. ആ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. റൈറ്റ്, അങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. യെസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഇപ്പം സിൻസ് വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, ഒരുപാട് സമയം, നിങ്ങളും രാവിലെയൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണെന്ന് നമുക്കും അറിയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് them. ഓക്കെ സർ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ സർ? ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു. നമ്മുടെ
IEEEയുടെ പാർട്ടായിട്ട് ഐ നീഡ് ടു താങ്ക് യു. ബിക്കോസ് ഇപ്പൊ സാറ് പറഞ്ഞതിനുള്ള ഒരു ബിഗ് ടേക്ക് അവേ നമുക്ക് പറയുന്നത് എല്ലാവരും യു ഷുഡ് റിമെമ്പർ ദാറ്റ് എക്സ് സ്റ്റോറി. ബിക്കോസ് ആ ഇനിഷ്യേറ്റീവ് ഷുഡ് കം ഫ്രം വിത്തിൻ. അതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ ഒരു മുട്ട വിരിയാനായിട്ട് എന്തുമാത്രം അതിൻ്റെതായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് വേണോ, അതെല്ലാം ആക്ച്വലി IEEE വിൽ പ്രൊവൈഡ് ഫോർ യുവർ പേഴ്സണൽ ഗ്രോത്ത്. അതിനെ സൂട്ടബിൾ ആയിട്ട് നിങ്ങളുടെ അകത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ് വരേണ്ടത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്നാണ്. ആസ് ഐ സെഡ് ഡ്യൂറിംഗ് ദി ഓറിയന്റേഷൻ ഓൾസോ, സാറും ഇപ്പൊ പറഞ്ഞതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് എൻ ഓഷ്യൻ. അത് നിങ്ങൾക്ക് ചുറ്റും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. ആൻഡ് വി ആസ് എൻ IEEE SB GCPH വിൽ എൻഷുർ ദാറ്റ് വി പ്രൊവൈഡ് യു ദാറ്റ് പ്ലാറ്റ്ഫോം. പക്ഷേ അത് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളായിട്ട് കണ്ടെത്തിയാൽ മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങൾ ആരും ഒരു ഇവന്റിനും ഫോഴ്സ് ചെയ്ത് കയറാനൊന്നും പറയത്തില്ല. സോ യു ഷുഡ് ടേക്ക് അവേ സംതിങ് ഫ്രം ദിസ് ടോക്ക്. ബിക്കോസ് നിങ്ങൾക്ക് യൂസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോക്ക് അറേഞ്ച് ചെയ്തത്. നോട്ട് ജസ്റ്റ് ടു മേക്ക് യു മെമ്പേഴ്സ് ഓഫ് IEEE. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഈ ഒരു ടോക്ക് കഴിയുമ്പോൾ മനസ്സിലാവണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് പാർട്ടിസിപ്പൻസ് കുറവാണ്. ബിക്കോസ് ഈ ഒരു സമയം നടക്കുന്നത് തന്നെ എനിക്ക് ഒരുപാട് വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ലോട്ട് ഓഫ് എല്ലായിടത്തും ഒരുപാട് ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കണക്ടിവിറ്റി ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ തന്നെ ഒരു 10-20 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുഡൻ ജോയിൻ, ഇങ്ങനെയാണ്, മഴയുണ്ട്, കണക്ടിവിറ്റി ഇല്ല, സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. യു ഡോണ്ട് നീഡ് ടു വറി. ഇത് നിങ്ങൾക്ക് വെറുതെ രജിസ്റ്റർ ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതല്ല. ഇതെല്ലാം റെക്കോർഡഡ് ആവുന്നുണ്ട്. ഇറ്റ് വിൽ ബി അവൈലബിൾ ഇൻ അവർ യൂട്യൂബ് ചാനൽ ഇൻ നെക്സ്റ്റ് 2 days. 2 days കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിക്കാണ്. വി വാണ്ട് ടു മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഫോർ യു. ദാറ്റ്സ് അവർ ഇന്റൻഷൻ. ആൻഡ് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടോക്കിൽ ഇപ്പൊ നന്ദൻ സാറെ പോലുള്ള ആ വരുമ്പോഴത്തേക്കും വി ആക്ച്വലി ഗിവ് ഹിം എ മൊമെന്റോ. പക്ഷെ നമുക്കിപ്പോ ഒരു വെർച്വൽ ആയതുകൊണ്ട് വി ഹവ് ഡിസൈൻ സംതിങ്. ഞാൻ ഐ വിൽ ജസ്റ്റ് ഷോ ദാറ്റ് ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു മെമെന്റോ ആണ്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് നന്ദൻ സർ. നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് IEEE നമുക്ക് ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ബട്ട് യു ആക്ച്വലി ക്ലബ്ഡ് ഇറ്റ് വിത്ത് ദി ഇപ്പൊ നമുക്കൊരു ജോലി നോക്കുന്ന ആൾക്കാരാണ്, പിന്നീട് 4 years ago ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കതിനെ IEEE യൂസ് ചെയ്യാം എന്നുള്ള കാര്യം സാർ പറഞ്ഞു. ആൻഡ് വാട്ട് ഓൾ മാറ്റേഴ്സ് ആഫ്റ്റർ ദ 4 years എന്നുള്ള കാര്യം സാർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. പക്ഷെ ഇതിപ്പം ആക്ച്വലി ഇപ്പം ശ്രീയുക്ത ചോദിച്ചതിനും സാർ മറുപടി പറഞ്ഞതിനും ശരിക്കും പറഞ്ഞ ഒരു കോയിൻസിഡൻസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. IEEE SP, നമ്മുടെ SP is going to announce now a workshop. അതായത് ഓർഡിനോ വർക്ക്ഷോപ്പിലെ ടിങ്കർ ക്യാഡ് ഉപയോഗിച്ചിട്ട്, അതായത് എല്ലാ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും മെയിൻലി ഒരു കോളേജിലേക്ക് ചേരുമ്പോഴത്തേക്കും ആദ്യം പഠിക്കുന്ന ഒരു ഇതാണ് ഓർഡിനോ യൂണോ എന്ന് പറഞ്ഞ ബോർഡ്. അപ്പൊ അതിപ്പോ ശരിക്കും പറഞ്ഞ ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള രീതിക്ക് എല്ലാവരും നടത്തുന്നതാണ്. ബട്ട് ഇപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വി ആർ ആക്ച്വലി ഡൂയിങ് എൻ ഓൺലൈൻ വർക്ക്ഷോപ്പ്. അത് കംപ്ലീറ്റ്ലി ഫ്രീ, എക്സ്ക്ലൂസീവ്ലി ഫോർ ഫസ്റ്റ് ഇയർ ബാർട്ടണൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ആൻഡ് ടുവേർഡ്സ് അതൊരു 3 day സെഷൻ ആയിരിക്കും. നിങ്ങളിപ്പോ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും വാട്സാപ്പിൽ നിങ്ങൾക്ക് എല്ലാ മെസ്സേജും സർക്കുലേറ്റ് ചെയ്യും. പ്ലീസ് രജിസ്റ്റർ ഫോർ ദാറ്റ്. അത് വേറൊന്നും കണ്ടല്ല, നിങ്ങൾക്ക് യൂസ് ആവുന്ന രീതിക്കാണ്. ഈ ഒരു ചെറിയൊരു ഓർഡിനോ വെച്ച് നിങ്ങൾ തുടക്കം ബേസിക്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് ഫ്രീ ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു. വേറെ ആർക്കും വേണ്ടിയിട്ടുള്ളതൊന്നല്ല. സോ അതിനെ ആ പ്ലാറ്റ്ഫോമിനെ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ബട്ട് യു നീഡ് ടു രജിസ്റ്റർ. 3 days ആയിരിക്കും, 19, 20 and 22. And towards the end of that workshop, we are announcing what a RSB challenge. എന്ന് പറഞ്ഞിട്ട് we'll be giving you 3,000 rupees funding for the projects that you will develop. നിങ്ങൾ ഈ ഒരു സെഷൻ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രൊജക്ട് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് വിൽ ബി ഗിവിംഗ് യു എ ക്യാഷ് പ്രൈസ്. സോ ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ജസ്റ്റ് ടു ഷോ യു വാട്ട് ഓൾ ഓപ്പർച്യൂണിറ്റീസ് വി ഗിവ്. ഇനി പോകുന്ന സമയത്തിനുള്ളിൽ നമുക്കിപ്പോൾ ഓരോ വർഷം ഇനിയും ആക്ടിവിറ്റീസ് കൂടി വരും. ദിസ് ഇസ് ആക്ച്വലി ദ എൻഡ് ഓഫ് ദി ഇയർ. ജനുവരി മുതൽ ദർ ആർ ലോട്ട് ഓഫ് ന്യൂ പ്ലാൻസ്. അത് ഇനി ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വി വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ യു. നിങ്ങളിപ്പോൾ IEEE മെമ്പർഷിപ്പ് എടുത്തത് പിന്നീട് ബെനിഫിറ്റിലാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് ഇഫ് ദർ ആർ എനി അതർ പീപ്പിൾ ഹു ഹാവ് നോട്ട് ടേക്കൻ ദർ മെമ്പർഷിപ്പ്, യു ക്യാൻ രജിസ്റ്റർ ഇൻ അവർ വെബ്സൈറ്റ് gcp.IEEE.org/join എന്ന് അടിച്ചാൽ മതി. നിങ്ങൾക്ക് അതിലേക്ക് കയറി ജോയിൻ ചെയ്യാൻ പറ്റും. RMD കോർഡിനേറ്റേഴ്സ് വിൽ റീച്ച് യു. ബട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് IEEE MTTS കേരള സെക്ഷനും നമ്മുടെ ഇവിടുത്തെ APS MTTS സ്റ്റുഡന്റ് ബ്രാഞ്ചും ചേർന്ന് എടുത്തിട്ടുള്ള ഒരു വെബെക്സ് മീറ്റിംഗ്സിന്റെ ആണ്. സോ ഐ നീഡ് ടു താങ്ക് ദം, ഐ നീഡ് ടു അക്നോളജ് ദം. അവരില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നടത്താൻ പറ്റി കാണത്തില്ല. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോ നീഡ് ടു വറി. ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Thank you so much all for joining. Thank you. Thank you all.
കാണാം വീണ്ടും for the next session. So once again, thanks for the opportunity. Thank you all. എന്തെങ്കിലും support വേണമെങ്കിൽ please do reach out to me. I'm more than happy to help you all. Okay. Bye. Good night. Thank you. Thank you, sir.